السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. صدق الله مولانا العظيم. അഭിവന്ദരായ സ്റ്റേജിലും സദസ്സിലും ഒത്തുകൂടിയിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാർ, ഈ മഹല്ലിലെ കാരണവന്മാർ, വിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശ വിശദീകരണ സമ്മേളനം ശ്രവിക്കുവാൻ വേണ്ടി പരിസരങ്ങളിൽ നിന്നൊക്കെ ഈ തടിച്ചുകൂടിയിട്ടുള്ള ബഹുമാന്യരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു വേദി ഇവിടെ സംഘടിപ്പിക്കാനും ഇത്രയും ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടാനുമൊക്കെ ഹേതുവായ വിഷയത്തെ സംബന്ധിച്ച് വളരെ വിശദമായി മുമ്പ് നടന്ന പ്രസംഗത്തിൽ നിന്ന് ഗൗരവപ്രകാരം നാം കേൾക്കുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എളിയ ഖാദിമുകളായി ജീവിച്ച് ആഖിറം രക്ഷപ്പെടാൻ മരിക്കുന്ന നേരത്ത് വിശുദ്ധമായ കലിമത്തു തൗഹീദ് ചൊല്ലി സന്തോഷത്തോടുകൂടി മരിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഈ മഹിതമായ സംഘടനയുടെ എളിയ പ്രവർത്തകരായി നാം മാറിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻഗാമികളായ മഹത്തുക്കളായ ആളുകൾ കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. ആ വഴി, അതാണ് ശരിയായ വഴി, അത് മാത്രമാണ് ശരിയായ വഴി. അതിലൂടെ അടിയുറച്ചു നിന്ന് അവർ കാണിച്ചു തന്ന സച്ചരിതമായ ആ മാർഗയിൽ അടിയുറച്ചു നിന്ന് ദീനിന്റെ മസ്ലഹത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്ത് അള്ളാഹുവിന്റെ ദീനിന് കോട്ടം തട്ടാത്ത ദീനി ദഅവത്തിന്റെ മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കാത്ത രൂപത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തുക, ഇതാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായ ഏറ്റവും നല്ല മാർഗം. അതാണ്. നമ്മൾ കേരളീയ സമൂഹം വളരെ വലിയ ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഭാഗ്യവാന്മാരാണ് എന്ന് അറിയണമെങ്കിൽ കേരളേതര സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയും അവിടെയുള്ള മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥകളെ സംബന്ധിച്ച് നാം പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുന്നത്. അത് തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും കുറച്ചപ്പുറത്തേക്ക് പോയാൽ ഗുജറാത്താണെങ്കിലും യു പി ആണെങ്കിലും എണ്ണത്തിലും വണ്ണത്തിലും ധാരാളം മുസ്ലിമീങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെട്ടാലും കേരളത്തിലുള്ളതുപോലെയുള്ള നല്ല ഒരു സംവിധാനം, ഒരു കെട്ടുറപ്പ്, ഒരു ഭദ്രത, ദീനീ ദഅവത്തിന്റെ മാർഗത്തിലുള്ളൊരു മുന്നേറ്റം കാണാൻ കഴിയില്ല. നമ്മൾക്കിങ്ങനൊരു സാഹചര്യമുണ്ടായത് ഉത്തരവാദിത്ത ബോധമുള്ള, പടച്ചവനെ പേടിയുള്ള ദീനീ ദഅവത്തിന്റെ മാർഗത്തിൽ നേതൃത്വം നൽകാൻ എല്ലാ കാര്യങ്ങളെ കൊണ്ടും പരിപൂർണരായ മഹാന്മാരായ പണ്ഡിതവരേണ്യർ, സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന വലിയ വലിയ മഹാന്മാരായ സാദാത്യങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത വിധം വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് നമ്മൾ ഈ കേരളത്തിൽ നടക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ മാർഗമാണ് ഈ മഹിതമായ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ 90ാം വാർഷിക മഹാസമ്മേളനമാണ് ഈ വരുന്ന 14-ാം തീയതി ആലപ്പുഴയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ആദർശവിശുദ്ധിയുടെ 90 വർഷമെന്ന കാലിക പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ മഹിതമായ സംഘടന
25 ലക്ഷത്തോളം വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ അണിനിരത്തിക്കൊണ്ട് വലിയൊരു സമ്മേളനം നടത്തുന്നത്. നമ്മൾ അതിന്റെ ഒരു പ്രചരണം കൂടിയായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. പക്ഷേ ഇത് ഇവിടെ അവസാനത്തെ പരിപാടിയാണെന്ന് ആരും കരുതേണ്ടതില്ല. ഇവിടെ കഴിഞ്ഞ പ്രസംഗത്തിൽ വളരെ മോശമായ രൂപത്തിൽ, വളരെ മലീമസമായ ഭാഷയിൽ ഇവിടെ സംസാരിക്കുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഭാഷ പറയാൻ നമ്മൾക്ക് കഴിയാത്തത് കൊണ്ടല്ല, നമ്മുടെ നാവൊന്നും കനറ ബാങ്കിലൊന്നും പണയം വെച്ചിട്ടില്ല. അത് എങ്ങോട്ട് തിരിച്ചാലും നമ്മളെ നാവൊക്കെ തിരിയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുസ്ലിമീങ്ങളാണ്, ഉത്തരവാദപ്പെട്ട ഒരു സംഘടനയുടെ എളിയ പ്രവർത്തകന്മാരാണ് നമ്മൾ. നമ്മുടെ വാക്കിനും നമ്മുടെ നാക്കിനും കർക്കശമായ നിയന്ത്രണം നമ്മുടെ നേതൃത്വം നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഏത് ഭാഷയിൽ പ്രതികരിച്ചാലും അങ്ങോട്ട് പ്രതികരിക്കേണ്ട ഒരു ഭാഷയുണ്ട്. പക്ഷെ ഉള്ളതുപോലെ പറയാൻ നമ്മൾ ആരെയും പേടിക്കാറില്ല, ആരെയും കൂശാറില്ല. ഇവിടത്തെ കഴിഞ്ഞ പ്രസംഗത്തിൽ മുഴുവൻ അഭിസംബോധനം ചെയ്തത് ചേളാരികളെ 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 എന്ന് മുത്തസിലായ മതുപയോഗിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. നമ്മൾക്കതുപോലെ കാരംതൂറികളെ കാരംതൂറികളെ എന്ന് നമുക്ക് പറയാം, പക്ഷെ നമ്മളത് പറയില്ല. മുടിയന്മാരെ മുടിക്കുട്ടികളെ എന്ന് നമ്മൾക്ക് പറയാം, പക്ഷെ അത് നമ്മുടെ ഭാഷയല്ലല്ലോ. അതുകൊണ്ട് ഏത് പ്രതിപക്ഷത്തെയും നമ്മൾ പരാമർശിക്കുമ്പോഴും വിമർശിക്കുമ്പോഴും അതിനൊരു മാന്യത നമുക്ക് വേണം. തലപ്പാവ് കെട്ടിയ മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കാൻ വരുമ്പോൾ അതിനൊക്കെ ഒരു മാന്യത വേണ്ടേ? അതുകൊണ്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരുപാട് പച്ചക്കളവുകൾ, എത്രത്തോളം ഇവിടെയുള്ള മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും പ്രവർത്തകന്മാരെ തെറ്റിക്കാനുള്ള അതിഗൂഢമായ ഒരു ലക്ഷ്യമാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ അവരിവിടെ കാണിച്ചിട്ടുള്ളത്. ആ ഗൂഢമായ ലക്ഷ്യത്തിന്റെ കാരണം ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ ഞാൻ പറയും. ഏതായാലിരിക്കട്ടെ, ഈ മഹിതമായ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 ഈ മഹിതമായ സംഘടന ഇവിടെ രൂപീകരിച്ചപ്പോൾ കേരളത്തിലുണ്ടായിരുന്ന 98% ആളുകളും ഈ മഹിതമായ സംഘടനയ്ക്ക് പിന്നിൽ അണിനിരുന്നു. കാരണം ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്, പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരാൻ, പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരാൻ, മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാൻ, പാണക്കാട് PMSF കോയ തങ്ങളാൻ, കണ്ണിയത്ത് ഉസ്താദാൻ, ശംസുൽ ഉലമയാൻ. ഈ പറയപ്പെട്ട മഹാന്മാരും മഹാരഥന്മാരുമായ ആളുകളാണ് ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഇവര് സമുദായത്തിന് നേതൃത്വം കൊടുക്കാനും സമുദായത്തെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാനും 100% കഴിവുള്ളവരും അതിന് എല്ലാ നിലക്കും പര്യാപ്തരുമാണിവർ. ഇവരുടെ പിന്നിൽ അച്ചടക്കമുള്ള അനുയായികളായി നിലനിന്ന് നാടിന്റെ മസ്ലഹത്തിന് വേണ്ടി നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ആഖിറം രക്ഷപ്പെടാൻ ഈ സംഘടനയ്ക്ക് പിന്നിൽ അടിയുറച്ച് ഒത്തൊരുമയോടെ നിൽക്കുന്നതിന് പകരം ഭൗതികമായ താൽപര്യത്തിന് വേണ്ടി ആരാടൊക്കെയുള്ള വൈരാഗ്യം തീർക്കാൻ, വിദ്വേഷം തീർക്കാൻ വേണ്ടി നമ്മൾ മാറി ചിന്തിച്ചാൽ എത്ര ഗുരുതരമായ പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. 1926 മഹിതമായ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ചു. ഈ മഹിതമായ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ചു. ഇതിന്റെ പ്രവർത്തനങ്ങൾ സുഖസുന്ദരമായി മുന്നോട്ട് പോരുകയാണ്. ഇടക്കാലത്ത് പലരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് മാറിപ്പോയവരും മാറി ചിന്തിച്ചവരുമൊക്കെയുണ്ട്. നമ്മൾ അവരെ സംബന്ധിച്ചൊന്നും പരാമർശിക്കുന്നില്ല. പക്ഷേ നാം കണ്ട 2 നേതാക്കന്മാർ, സമസ്തയുടെ ചരിത്രത്തിൽ ശൈഖൈനിമാരെന്നറിയപ്പെട്ടിരുന്ന കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും, ഈ 2 മഹാന്മാർ ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തൊരു കാലമുണ്ടായിരുന്നു. ഏറ്റവും സുന്ദരമായ കാലഘട്ടമായിരുന്നു അത്. ഈ 2 മഹാന്മാർ ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത ഏറ്റവും നല്ലൊരു കാലഘട്ടം. ആ കാലഘട്ടം കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത റാഹത്തുള്ളൊരു കാലഘട്ടമാണ്. കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറിയും. ആ കാലഘട്ടത്തിൽ ഇൽമിന്റെ വിഷയത്തിൽ, തഖ്വയുടെ വിഷയത്തിൽ, സൂക്ഷ്മതയുടെ വിഷയത്തിൽ, ഏത് വിഷയത്തിലും അവരെക്കാൾ മുകളിൽ ഞാനുണ്ടെന്ന് പറയാൻ രണ്ടാമത്തൊരാൾ ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ ഈ 2 മഹാന്മാർ ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അള്ളാനെ പേടിയുള്ള, അല്ലാഹ് എന്ന് ചിന്തയുള്ള, പടച്ചവനെ പേടിയുള്ളവർ ചെയ്യേണ്ടത് ഇവർക്ക് പിന്നിൽ അണിനിരക്കലാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്തുണ്ടായത്? 1988-89 കാലഘട്ടങ്ങളിലെ കലുഷിതമായ സാഹചര്യം നമ്മൾക്കറിയാം. ഏതാനും ആളുകൾ ഈ മഹിതമായ സംഘടനയിൽ നിന്ന് മാറിപ്പോയതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇന്നും കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമുള്ള സമസ്തയുടെ അനുഭാവികൾ ഇന്നും അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾക്കൊരു കാര്യമറിയാം, 1988 ഡിസംബർ മാസം 25 മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ
അന്ന് കോഴിക്കോടും മലപ്പുറത്തും വെച്ച് പ്രസംഗിച്ച പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയും ആ പ്രസംഗവും പത്രങ്ങളിൽ അച്ചടിച്ചു വന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. സ്ക്രീനിൽ നോക്കിയാൽ 1958 ഡിസംബർ മാസം 25-ാം തീയതി പുറത്തിറങ്ങിയ ഒരു പത്രത്തിന്റെ കട്ടിങ് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് അതിലുള്ളത്? അതിന്റെ ഹെഡിങ് നോക്കൂ നിങ്ങൾ. സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ പുറംതള്ളുക കണ്ണിയത്ത്. അതാണ് ഹെഡിങ്. 1958 ഡിസംബർ 25-ാം തീയതിയിലെ പത്രമാണ്. ഞാൻ അതിന്റെ വാർത്ത ഒന്ന് വായിക്കാൻ നോക്കൂ നിങ്ങൾ. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും. കേരള മുസ്ലിങ്ങളുടെ അനിഷേധ്യ സഭയായ സമസ്ത മുശാവറയ്ക്കെതിരെ കേസ് കൊടുത്തവരെ സർവരും പുറംതള്ളണമെന്ന് റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പരസ്യമായി വസിയത്ത് ചെയ്തു. ആരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരെ കേസ് കൊടുത്തത്? സൗകര്യം പോലെ ശേഷം വരുന്ന ചർച്ചകൾ നമുക്ക് പറയാം. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരെ പരസ്യമായി കേസ് കൊടുത്തവരെ പുറംതള്ളണമെന്ന് റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് വസിയത്ത് ചെയ്തു. സമസ്തക്കെതിരെ കേസ് കൊടുത്തവരുടെ ഭാഗത്ത് ആരും കൂടരുതെന്ന് 10,000-ങ്ങളിലും ഉയർന്ന തെറ്റുതീർവലികൾക്കിടയിൽ സമസ്ത പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം ആവശ്യപ്പെട്ടു. സമസ്ത പ്രസിഡന്റിന് 1-ാം പ്രതിയും ജനറൽ സെക്രട്ടറി ശംസുൽ ഉലമയെ 2-ാം പ്രതിയുമായി കേസ് കൊടുത്തവരെ ആരും സഹായിക്കുകയും അവരോടൊപ്പം ആരും കൂടുകയും ചെയ്യരുതെന്ന് വയോധികനായ പണ്ഡിത കേസരി അഭ്യർത്ഥിച്ചു. പിളർപ്പന്മാരെ എല്ലാ രംഗത്തും ജനങ്ങൾ പുറന്തള്ളണം അദ്ദേഹം ആഹ്വാനം ചെയ്തു. മൈതാനിൽ നിറഞ്ഞൊഴുകിയ ജനങ്ങൾ തെറ്റുതീർധ്വനികളോട് അതിയെതിരേറ്റു. 1958 ഡിസംബർ 25-ാം തീയതി പുറത്തിറങ്ങി അന്നത്തെ പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ് ഞാൻ ഈ വായിച്ചിട്ടുള്ളത്. എത്ര ഗൗരവമുള്ളൊരു വാർത്തയാണിത്. ഈ മഹിതമായ സംഘടനയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരെ ഒരു വിഭാഗം ആളുകൾ ഉറഞ്ഞു തുള്ളിയതിന്റെ പേരിൽ ഇവരെ മഹല്ലുകളിൽ പ്രശ്നമുണ്ടായി. മദ്രസകൾ 2 എണ്ണമാക്കി, പള്ളികൾ അടച്ചുപൂട്ടപ്പെട്ടു, കലുഷിതമായ സാഹചര്യങ്ങൾ നാടുകളിലുണ്ടായി. ഒരു വീട്ടിൽ തന്നെ പരസ്പരം മിണ്ടാത്ത സാഹചര്യമുണ്ടായി. ജ്യേഷ്ഠനെ കണ്ടാൽ മിണ്ടാത്ത അനുജനും അനുജനെ കണ്ടാൽ മിണ്ടാത്ത ജ്യേഷ്ഠന്മാരുമുണ്ടായി. മാത്രമല്ല ഒരു വീട്ടിൽ 2 അടുപ്പുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ അലിഫും ബാവും പഠിപ്പിച്ച, ഫാത്തിഹ പഠിപ്പിച്ച, യാസീൻ പഠിപ്പിച്ച, നിസ്കാരം പഠിപ്പിച്ച പ്രിയപ്പെട്ട ഉസ്താദിനെ ഇങ്ങനെ ഗ്രൂപ്പ് തിരിച്ചതിന്റെ പേരിൽ മിണ്ടാത്ത എത്രയോ ശിഷ്യന്മാരുണ്ടായി. ഇവിടെ കർമ്മപരമായ വിഷയത്തിൽ തർക്കമില്ല, അഖീദയിൽ തർക്കമില്ല, ബഹുമാനപ്പെട്ട മദ്ഹബിന്റെ വിഷയങ്ങളിൽ തർക്കമില്ല. ഇവിടെ വിശ്വാസപരമായ 2 ഈ ഇമാമുമാരുടെ വിഷയത്തിൽ എന്ന് വേണ്ട ഒരൊറ്റ വിഷയങ്ങളിലും, ഫുറൂഇയായ വിഷയത്തിലും ഉസൂലിയായ വിഷയങ്ങളിലും യാതൊരു തർക്കമുണ്ടാകാതെ പ്രസിഡന്റും സെക്രട്ടറിയുമാകാനുള്ള ഭൂതി നിരന്തരയിൽ കയറിയതിന്റെ ഭാഗമായി മാറി നിന്നു പോയവർ എത്ര വ്യാപകമായ പ്രത്യാഘാതമാണ് ഇവിടെ ഉണ്ടാക്കിയത്. ഇതാണ് സംഗതിയുടെ സത്യാവസ്ഥ എന്നിരിക്കെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന സഖാഫി, ഏതായാലും സഖാഫികൾ നുണ മാത്രമേ പറയാറുള്ളൂ. ഇവിടെ വന്നിട്ടുള്ള ഈ സഖാഫി എത്ര വ്യക്തമായ പച്ചക്കളവാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഞങ്ങളാളാണ്. എന്നിട്ട് പ്രസംഗിക്കാൻ വന്നാള് സ്ക്രീനിൽ ശംസുൽ ഉലമന്റെ ഫോട്ടോ ഇങ്ങനെ കാണിക്കുക ഇടയ്ക്കിടയ്ക്ക്. ഈ ശംസുൽ ഉലമ ഞങ്ങളാളാണ്. എങ്ങനെ ചങ്ങായിമാരെ ശംസുൽ ഉലമ ഞങ്ങളാളായ? ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദ് നിങ്ങളാളാകണമെങ്കിൽ ആ മഹാന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മഹാന്മാരെ നിങ്ങൾ അംഗീകരിക്കേണ്ടതല്ലേ? ഇത് കണ്ടോ നിങ്ങൾ? ഇത് നിങ്ങൾ പുറത്തിറക്കിയ സുന്നി വോയിസാണ്. എന്നത്തെ സുന്നി വോയിസാണിത്? 2002 സെപ്റ്റംബർ മാസം പുറത്തിറങ്ങിയ സുന്നി വോയിസാണിത്. 2002 സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ അതിന്റെ പ്രധാന ഒരു ഭാഗം കാണാൻ കഴിയും. 2002 സെപ്റ്റംബർ മാസം പുറത്തിറങ്ങിയ ഈ സുന്നി വോയിസ് അതിന്റെ 23-ാമത്തെ പേജിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രസംഗം അല്ലെങ്കിൽ അഭിമുഖം ലേഖനമായി കൊടുത്തതാണ്. ഇതിന്റെ താഴ്ഭാഗത്തൊരു ഹെഡിങ് കാണാം, ആദർശ ജാഗരണത്തിന്റെ നാളുകൾ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അറിയണം, നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരറിയണം, എന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട SSFന്റെ പ്രവർത്തകന്മാരുണ്ടാവുമല്ലോ, മറൂലിൽ നിന്ന് റെക്കോർഡ് ചെയ്യേണ്ട ക്ലിയർ കമ്മി ഉണ്ടാകും. നിങ്ങൾ മുമ്പിലേക്ക് വരാം, നിങ്ങൾക്ക് കസാലിട്ട് തരാം, സുന്ദരമായി റെക്കോർഡ് ചെയ്യണം, എന്നിട്ട് സ്വസ്ഥമായിരുന്നത് നിങ്ങൾ കേൾക്കണം. ഇത് നിങ്ങളുടെ സുന്നി വോയിസിൽ എഴുതിയതാണ്, അതിന്റെ ഒറിജിനൽ കോപ്പിയാണത്. ആർക്ക് വേണമെങ്കിലും തരാം, തിരിച്ചു തരണമെന്നൊരു നിബന്ധനയുള്ളൂ. എന്താ അതിലെഴുതിയത്? ആദർശ ജാഗരണത്തിന്റെ നാളുകളിൽ 23-ാമത്തെ പേജ്. തീർത്തും ആദർശാധിഷ്ഠിതമായ ആ വഴിപിരിയലിൽ നാം സന്തോഷവാന്മാരാണ്. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകി അവർ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് മാറി നിന്നത് ആദർശപരമായിട്ടുള്ള വഴിപിരിയലാണ് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട മഹാന്മാർക്ക് ആദർശത്തിൽ ചോർച്ച സംഭവിച്ചു, ഞങ്ങൾക്ക് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആദർശപരമായ ചോർച്ച അവർക്ക് സംഭവിച്ചപ്പോൾ ഞങ്ങൾ വഴിപിരിഞ്ഞു പോന്നതാണ്. എന്നിട്ട് നിർത്തിയോ? നിർത്തിയില്ല. നമുക്കൊട്ടും ദുഃഖിക്കേണ്ടതില്ല.
നിങ്ങൾ എഴുതിയതാണിത്. കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോന്നതിന്റെ പേരിൽ നമ്മളൊട്ടും ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നോക്കിയോളൂ എഴുതിയത്. സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരുമായി കൂടിയിരുന്ന് ദീനിനെ തകർക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരമൊരു വഴിപിരിയലായിരുന്നു. സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഈ സംഘടന കൊണ്ടുപോയി അങ്ങനെ ദീന് തകർക്കുന്നതിനേക്കാളും നല്ലത്. എത്ര വലിയ ഗൗരവമുള്ള വാക്കാണത്. ഈ കണ്ണിയത്ത് ഉസ്താദിന് ശംസുൽ ഉലമയും കൂടെയിരുന്ന് ദീനിനെ തകർക്കുന്നതിനേക്കാൾ നല്ലത് അവരുമായിട്ട് വഴിപിരിയലാണ് ഏറ്റവും നല്ലത് എന്ന് 2002 നിങ്ങൾ പുറത്തിറങ്ങിയ സുന്നി വോയ്സിൽ നിങ്ങൾ എഴുതിയതാണത്. എന്റെ മുടിക്കുട്ടികളെ, ഇത് നിങ്ങൾ എഴുതിയതല്ലേ? ഇത് നിങ്ങൾ പിൻവലിക്കാത്ത കാലത്തോളം ഏതടിസ്ഥാനത്തിലാണ്, ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും നിങ്ങളാണെന്ന് പറയാ? മാത്രമല്ല, ഇനി നിങ്ങൾക്ക് കാണണോ നിങ്ങൾ എഴുതിയതാണിത്. ഇത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ റിസാലയാണ്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ റിസാല മാർച്ച് 2015 മാർച്ച് 4-ാം തീയതി പുറത്തിറങ്ങിയ റിസാല. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ സുദീർഘമായ അഭിമുഖമുണ്ടതിൽ. ഈ സുദീർഘമായ അഭിമുഖത്തിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ ചില വാക്കുകളുണ്ടതിൽ. എന്റെ പ്രിയപ്പെട്ട നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ, ഈ നിഷ്പക്ഷം എന്ന് പറഞ്ഞ ആളുകൾ, ആ നിഷ്പക്ഷത്തിന് ചെറിയൊരു മാനദണ്ഡമുണ്ട്. എന്താണ് നിഷ്പക്ഷത്തിന്റെ മാനദണ്ഡം? സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അംഗീകരിക്കുക. അതാണ് നിഷ്പക്ഷം എന്ന് പറഞ്ഞാൽ. സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അംഗീകരിക്കുക. ഇവിടെ അന്നം മുടങ്ങുമല്ലോ എന്ന് കരുതി, പിരിച്ചുവിടുമല്ലോ എന്ന് കരുതി നിഷ്പക്ഷമാണെന്ന് പറഞ്ഞു നിൽക്കുക, നാട്ടിൽ ഫിത്തന ഉണ്ടാക്കുക. ആ നിഷ്പക്ഷല്ല ഇവിടെ പറയുന്നത്. നിഷ്പക്ഷം എന്ന് പറഞ്ഞാൽ ആ നിഷ്പക്ഷത കൊണ്ട് സത്യം ബോധ്യപ്പെട്ടാൽ സത്യത്തിന്റെ കൂടെ നിൽക്കണം. ഞാൻ അതിന്റെ ആളല്ല ഇതിന്റെ ആളല്ല എന്ന് 2 തോണിയിലും കാട്ട നടാണ്ട് കീറും. ഒന്നായിട്ടാണ് കൊഞ്ഞാടും കീപ്പെട്ട്. ഒന്നിക്ക് ആ തോണിയിൽ കാല് വെക്കുക, അല്ലെങ്കിൽ ഈ തോണിയിൽ കാല് വെക്കുക. ഞാൻ 2ന്റെ ആളാണെന്ന് പറഞ്ഞാൽ 2 തോണിയിലും കാല് വെച്ചാൽ ഒരു തോണി അങ്ങോട്ടും പോകും, മറ്റേ തോണി ഇങ്ങോട്ടും പോയിട്ട് ഭൂന്നിട്ടാണ്ട് കീറും. അങ്ങനെ നട കീറിയാൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ആദർശപരമായ വിഷയത്തിൽ വ്യക്തമായൊരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാടനുസരിച്ച് നിൽക്കണ്ടേ? ഈ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ ഹിദായത്തിന്റെ മാർഗത്തിൽ കൊണ്ടുപോകേണ്ടതാരാണ്? നാട്ടിലെ ഉലമാക്കളാണ്. നാട്ടിലെ ഇൽമുമായി ബന്ധപ്പെട്ട് നാടിന്റെ മസ്ലഹത്ത് ഉലമാക്കളാണ് നിർവഹിക്കേണ്ടത്. ആ ഉലമാക്കൾ നാട്ടിൽ ഫിത്നക്ക് നേതൃത്വം കൊടുത്താൽ അവനേക്കാളും ഷർറായ ഒരാള് ആകാശത്തിന്റെ ചുവട്ട് വേറെയുണ്ടോ? ഇത് ഗൗരവമായി വിവരമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതല്ലേ? എന്താണ് ഈ റിസാലയിൽ എഴുതിയത്? ഇതിവിടത്തെ പാവപ്പെട്ട SSFകാർ കണ്ടു കാണില്ല. എന്താണ് ഈ റിസാലയിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയത്? അതിന്റെ 10ാമത്തെ പേജ് നോക്കൂ നിങ്ങൾ. മുഷാവറയിൽ ഇറങ്ങിപ്പോക്കിന് ശേഷമാണ് ഞാൻ കേന്ദ്ര മുഷാവറയിൽ വരുന്നത്. അപ്പൊ മുഷാവറയിൽ ഇങ്ങനെ ഇറങ്ങിപ്പോകലും കയറി വരലൊക്കെ ഉണ്ടായിട്ടുണ്ട്, പുനഃസംഘടിപ്പിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോന്നതിന് ശേഷമാണ് ഞാൻ കേന്ദ്ര മുഷാവറയിൽ വരുന്നത്. മുഷാവറ പുനർസംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ മുഷാവറ പുനർസംഘടിപ്പിക്കുന്ന സംഗതി ഉണ്ടായിട്ടില്ല. പച്ചകളവാണ് ഈ പറയുന്നത്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, അതൊന്നുമല്ല വിഷയം. അങ്ങനെ എഴുതിയിട്ട് അയാൾ എഴുതിയത് കണക്ക് ഇറങ്ങിപ്പോന്ന ശേഷം തുടർ നടപടിയെക്കുറിച്ച് ആലോചിക്കാൻ വക്കീലിനെ സമീപിച്ചപ്പോൾ 2 മാർഗമാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. എവിടുന്നേ പോന്നു? കണ്ണിയത്ത് ഉസ്താദിന് ശംസുൽ ഉലമയുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോന്നു. ഇറങ്ങിപ്പോന്നില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ പോയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ മാത്രം സംഘടനയില്ലാന്നല്ല പറഞ്ഞത്? ഈ കഴിഞ്ഞ വർഷം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയതാണത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിപ്പോന്നിട്ട് വക്കീലിനെ സമീപിച്ചു. ആർക്കെതിരെ? ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു കറാഹത്ത് പോലും ചെയ്യാത്ത പണ്ഡിതവരേണ്യർ, അല്ലാഹനെയല്ലാതെ രണ്ടാമത്തെ ഒരാളെ ഈ ഭൂമുഖത്ത് പേടിക്കാത്ത കണ്ണിയത്ത് ഉസ്താദിനെതിരെ വക്കീലിനെ സമീപിച്ചില്ല. നിങ്ങള് എവിടുന്ന പിന്നെ നിങ്ങൾക്ക് പൊരുത്തം ഉണ്ടാകണ്? എവിടുന്ന നിങ്ങൾക്ക് അല്ലാഹനെ പൊരുത്തം കിട്ടുക, പണ്ഡിതന്മാരെ പൊരുത്തം കിട്ടുക? അങ്ങനെ വക്കീലിനെ സമീപിച്ചു. എന്നിട്ട് വക്കീൽ ഞങ്ങൾക്ക് 2 മാർഗം പറഞ്ഞു തന്നു. ഏതാ 2 മാർഗം എന്ന് പറയുന്നത്? ഒന്ന്, വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കുമെതിരെ കേസ് കൊടുക്കുക. അതായത് ഉള്ളാദങ്ങള് കണ്ണിയത്ത് ഉസ്താദിനെതിരെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ശംസുൽ ഉലമക്കെതിരെയും കേസ് കൊടുക്കുക. നല്ല തെർബിയത്തിന്റെ മശായിഖ് തന്നെ ഞങ്ങൾ സമീപിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ 2ാമത്തെ മാർഗം മുഷാവറ കയ്യേറുക. ഇത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയതാണ്. ആർക്ക് വേണമെങ്കിലും ഇത് പരിശോധിക്കാം. എന്താ മുഷാവറ കയ്യേറുക എന്ന് പറഞ്ഞാൽ? തികഞ്ഞ വിജ്ഞാനമുള്ള മുഖ്ലിസീങ്ങളായ മുത്തഖീങ്ങളായ പ്രായം കൊണ്ടും എല്ലാം കൊണ്ടും പരിപൂർണരായ പാവപ്പെട്ട മുഷാവറയിലെ 40 ആലിമീങ്ങൾ കോഴിക്കോട് വെച്ച് മുഷാവറയുടെ യോഗം ചേരുമ്പോൾ
ആരാ? കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായിട്ട് അധ്യക്ഷതയിലുണ്ട്. ശംസുൽ ഉലമ സ്വാഗതം പറയുന്നവരാണ്. മറ്റുള്ള ആലിമീങ്ങൾ മുഴുവനും അവിടെ ആ മുശാവറ ചർച്ചയ്ക്ക് വേണ്ടി വന്നവരാണ്. അങ്ങനെ യോഗം നടന്നുകൊണ്ടിരിക്കെ നീരുവറ്റാത്ത മറ്റൊരുമായി കൊണ്ടുവന്ന് ഈ പണ്ഡിതന്മാരുടെ നിരന്തരക്ക് അടിച്ചവരെ ഓടിപ്പിച്ചിട്ട് ഈ മിനിറ്റ്സ് കൈകളിലാക്കണമെന്ന് ഞങ്ങൾക്ക് വക്കീൽ പറഞ്ഞു തന്നു. പൊന്മല എഴുതിയതാണത്. പിന്നീട് ഞങ്ങൾക്ക് കണ്ണിയത്ത് ഉസ്താദിന് ശംസുലമിന് കുരുത്തുണ്ടാകണോ? ഈ കുരുത്തെന്നാണ് നീന്തൽപ്പായം പീഡേക്കെന്ന് വാങ്ങണമാര് വാങ്ങണ സാധനമാണോ? മനുഷ്യൻ നന്നായി ജീവിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന സാധനമാണ് ഈ പൊരുത്തം. ഞങ്ങൾ കണ്ണിയത്തിന് ശംസുലമയ്ക്കുമെതിരെ കോടതിയിൽ കയറിയെന്നും അവരെ മുഷാവറ കയ്യേറിയിട്ട് പിടിച്ചടക്കണമെന്നും ഞങ്ങൾക്ക് ഈ വക്കീല് പറഞ്ഞു തന്നു എന്ന് പൊന്മല അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എഴുതിയതാണിത്. ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ് ഈ മഹാന്മാരുടെ കുരുത്തവും നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞങ്ങളാണ് യഥാർത്ഥ സംസ്ഥാനല്ലേ പറഞ്ഞത്. എന്തേ നിങ്ങൾ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും ആ ലിസ്റ്റ് നിങ്ങളൊന്ന് വായിക്കാതിരുന്നത്? 1926 മുതൽ 2016 വരെയുള്ള നിങ്ങളുടെ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും ലിസ്റ്റ് ഉന്ന കൊല്ലം ഇന്നാൾ പ്രസിഡന്റായി, അയാൾ മരിച്ച ഇന്നാൾ പ്രസിഡന്റായി, അയാൾ മരിച്ച ഇന്നാൾ പ്രസിഡന്റായി എന്ന് 2016 വരെയുള്ള പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ കണക്കൊന്ന് പറ. ആ കണക്കൊന്ന് പറ. നാട്യസ്ഥാന ഭാഷ കടമെടുത്ത ഉള്ളുവാണ്ട് മുറിയും സത്യം പറയേണ്ടി വരും. എന്നാ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ആ 1926 രൂപീകൃതമായ ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ നമ്മുടെ അഭിമന്യരായ പ്രസിഡന്റുമാരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും. നോക്കൂ നിങ്ങൾ, സാന്ദർഭികമായി അവരുടെ കള്ളത്തരത്തിൽ കുടുങ്ങിപ്പോയ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ വേദിയിലും നമ്മൾ പറയാറുള്ളതാണ്. ഇവിടെയും ഇത് പറയാൻ നിർബന്ധിതരായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പറയാ, ഞങ്ങൾ ഇവിടെ ചങ്ങായിമാരെ സമസ്ത ഒന്ന് മാത്രമാണ് ഞങ്ങൾ കരുതിയത്. ഇവിടെ സമസ്ത എന്ന പേരിൽ ഒരുപാട് സംഘടന ഉണ്ട്. സമസ്ത ആദ്യത്ത് കൊടുത്തുകൊണ്ട് അതെങ്ങനെ 1926 വരക്കൽ മുല്ലക്കുമായിട്ട് ഞങ്ങൾ സമസ്ത എങ്ങനെയാകല്? ഞാൻ ഒന്ന് രണ്ട് സമസ്തങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇവിടെ 1914 രൂപീകരിച്ചൊരു സമസ്ത ഉണ്ട്. അതിന്റെ പേര് കേൾക്കണം നമുക്ക്. സമസ്ത നായർ മഹാസമാജം. അതൊരു സമസ്തയാണ്. 1914 രൂപീകരിച്ചത്. അതിന്റെ ബാനി, അതിനുണ്ടാക്കിയ ആളാരങ്ങള് മന്നത്ത് പത്മനാഭനാണ്. അവ സമസ്ത തന്നെയാണ്. അതിന്റെ 24ാമത്തെ പ്രസിഡന്റ് ആരാരങ്ങള് നരേന്ദ്രനാഥൻ നായറാണ്. അതൊരു സമസ്ത തന്നെയാണ്. പിന്നൊരു വേറെ സമസ്ത ഉണ്ട്. അത് ഏതാരങ്ങള് 1989 രൂപീകരിച്ചതാണ്. സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമ. അതിന്റെ സ്ഥാപകൻ ആരാരങ്ങള് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷമേനോൻ. അയാൾ ഉണ്ടാക്കിയ സമസ്ത ഇവിടെ ഉണ്ട്. അത് സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയാണ്. അതിന്റെ 3ാമത്തെ പ്രസിഡന്റ് ഈ സുലൈമാ മുസ്ലിയാരാണ്. അങ്ങനത്തെ ഒരു സമസ്ത ഇവിടെ ഉണ്ട്. പിന്നൊരു സമസ്ത 1926 രൂപീകരിച്ചതാണ്. അത് മഹാനായ വരക്കൽ മുല്ലക്കോയത്താണ് രൂപീകരിച്ചതാണ്. അതിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഷേഖുന ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാരാണ്. അവ സമസ്ത എന്ന് തലക്കൽ കൊടുത്തു എന്ന് വിചാരിച്ച് അതൊക്കെ ശരിയായിക്കൊള്ളണമെന്നില്ല. ആര് രൂപീകരിച്ചു? എവിടുന്ന് വന്നു? പാരമ്പര്യം പറ. 1926 മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, മുസ്തജാബുദ്ദാവയായ കറാമത്തിന്റെ ഉടമയായ തങ്ങൾ മഹാനവറുകളാണ് ഈ മഹിതമായ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ്. 1933 മഹാനവറുകൾ വഫാത്താകുന്നത് വരെ മഹാനവറുകളായിരുന്നു ഇതിന്റെ പ്രസിഡന്റ്. 1933 മഹാനവറുകൾ വഫാത്തായി. 1945 വരെ പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റായി. 1945 മഹാനവറുകൾ വഫാത്തായത് മുതൽ 65 വരെ മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റായി. 1965 മുതൽ 67 വരെ ബഹുമാനപ്പെട്ട കെ സദഖത്തുള്ള മൗലവി സമസ്തയുടെ പ്രസിഡന്റായി. 67 മഹാനവറുകൾ ലൗഡ് സ്പീക്കർ സംബന്ധമായ വിഷയത്തിൽ സമസ്തയിൽ നിന്ന് മാറി നിന്നത് മുതൽ, അഥവാ 1967 മുതൽ 1933 വരെയുള്ള സുദീർഘമായ കാലഘട്ടം മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായി. 1993 മഹാനവറുകൾ വഫാത്തായത് മുതൽ 1995 വരെ ബഹുമാനപ്പെട്ട കെ അബൂബക്കർ ഹസ്രത്ത് സമസ്തയുടെ പ്രസിഡന്റായി. 1995 മഹാനവറുകൾ വഫാത്തായത് മുതൽ 2004 വരെ ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റായി. 2004 അസ്ഹരി തങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിന്നത് മുതൽ 2012 വരെ റഈസുൽ ഉലമ കാളമ്പാടി ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായി. 2012 കാളമ്പാടി ഉസ്താദ് വഫാത്തായത് മുതൽ ഇന്നും ബഹുമാനപ്പെട്ട ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായി. പറ, നിന്റെ സംഘടനയുടെ, നിന്റെ സമസ്തയുടെ പ്രസിഡന്റുമാരുടെ പരമ്പര പറ.
വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഇതുവരെ ഞങ്ങൾ പ്രസിഡന്റിനെ പരമ്പര എന്ന് പറയാം. 1989 ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റ്, മരണശേഷം എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പ്രസിഡന്റ്, ശേഷം ഇ. സുലൈമാൻ മുസ്ലിയാർ പ്രസിഡന്റ്. ഞങ്ങളൊരു അതിർക്കളില്ലല്ലോ. അങ്ങനെ പ്രസിഡന്റുമാരുടെ പരമ്പര പറയാനുണ്ട്. അത് സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയാണ്. ഈ പറയപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സംഘടന അല്ലത്. എന്തിനാ ഞങ്ങൾ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഉള്ളതല്ലേ പറയാവൂ. ഈ പറയപ്പെട്ട പ്രസിഡന്റുമാരുടെ പരമ്പരയിൽ ഉള്ളാൾ തങ്ങളുടെ പേര് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഒഴിവാക്കിയതല്ല. ചരിത്രത്തിന്റെ യഥാർത്ഥ വസ്തുത പറഞ്ഞപ്പോൾ ഒഴിവായിപ്പോയതാണ്. ഇനി നോക്കൂ നിങ്ങൾ, സെക്രട്ടറിമാർ ആരൊക്കെയാ? സെക്രട്ടറിമാർ 1926 മുതൽ 1951 വരെ പള്ളിവീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറിയായി. 51 മഹാനവർകൾ വഫാത്തായത് മുതൽ 1957 വരെ പറവണ്ണ മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറിയായി. 1957 മഹാനവർകൾ വഫാത്തായത് മുതൽ 1996 വരെ കാലഘട്ടം കണ്ട പണ്ഡിത ലോകത്തെ സൂര്യതേജസ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സമസ്തയുടെ സെക്രട്ടറിയായി. 1996 മഹാനവർകൾ വഫാത്തായത് മുതൽ ഇന്നും ശൈഖുനാ സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് സമസ്തയുടെ സെക്രട്ടറിയായി തുടരുന്നു. പറ, നിന്റെ സംഘടനയുടെ സെക്രട്ടറിയുടെ പാരമ്പര്യം പറ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറി ആയിട്ടുണ്ടോ? 1989 രൂപീകരിച്ച സുന്നി ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി അല്ലേ അദ്ദേഹം? അതല്ലാതെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ പറയപ്പെട്ട സമസ്തയുടെ സെക്രട്ടറി ആയിട്ടില്ല. ഈ ചരിത്രങ്ങളൊക്കെ, ഈ വസ്തുതകളൊക്കെ മറച്ചുവെച്ച് പച്ച കളവ് പറയാ. എന്തിനാണ് കളവ് പറയണു? ഉള്ളത് പറഞ്ഞാ പോരെ? അതല്ലേ നമ്മൾ പറയേണ്ടത്? ഇത് ഇവര് മാത്രല്ല, ഇവരുടെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാരും ഈ കളവാണ് സമുദായത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ നേതാവ് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഇൻഷാ അല്ലാഹ് കുറച്ചു ദിവസം കഴിയട്ടെ നമുക്ക് ഹലാക്കിന്റെ ഔലിംഗഞ്ഞി കാണാൻ പോവാൻ. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ സുന്നി യുവജന സംഘത്തിൽ പുറത്താക്കിയിട്ടുണ്ട്. മുടി വിഷയത്തിൽ പുതിയ സുന്നി യുവജന സംഘത്തിന് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പ്രസിഡന്റാക്കി. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എസ് പാടയിലേക്ക്. നൌഷാദ് അഹ്സനെ നീക്കിയപ്പോഴാണ് സാധു രംഗപ്രവേശനം നടത്തിയത്. നൌഷാദ് അഹ്സനിയെ കൊണ്ട് ഇവർക്കിപ്പോ നിക്കക്കളില്ല. ഇനി പൊന്മളയും അദ്ദേഹത്തിന്റെ അനുയായികളും വരും ദിവസങ്ങളിൽ മാതൃസംഘടനക്കെതിരെ, അവരുടെ മാതൃസംഘടനക്കെതിരെ രംഗത്തിറങ്ങാൻ പോവാൻ. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ നമുക്ക് കാണാം. ഈ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പോലും ഈ ചരിത്രത്തെ വളച്ചൊടിച്ചിട്ട് പറയാണ്. എന്താ പറയണത്? ആരോടാ പറയണത്? തങ്ങളുടെ മുമ്പിലിരിക്കുന്ന പ്രവർത്തകന്മാരോട് പറയാൻ. എന്താ പറയണത്? വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായി. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റായി. അതേ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു തങ്ങള് എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ സെക്രട്ടറി ആയി. കുറെ കാലം കഴിഞ്ഞപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറി ആയി. ഇവിടെ വേറൊന്നും ഉണ്ടായിട്ടില്ല. ഇയാളൊക്കെ എന്താ ചെയ്യണ്ടു? അയാൾ പറയട്ടെ. ഇവിടെ ഉണ്ടായ ഒച്ചപ്പാടുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നേരത്തെ എന്തൊന്നിനു വേണ്ടി സമസ്തയിലെ ജമിയത്തുൽ ഉലമ സ്ഥാപിച്ചുവോ, ആ നേതാക്കൾ എന്തൊന്ന് ലക്ഷ്യമാക്കിയോ, ആ ലക്ഷ്യത്തിൽ ഉറച്ചുനിന്ന നേതൃത്വം വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സ്ഥാനത്ത് അതേ സയ്യിദ് കുടുംബത്തിലെ ഇന്നത്തെ കാരണവർ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അള്ളാഹു ഓടത്തേക്ക് ദുർആയുസ്സും ആഫിയത്ത് കൊടുക്കട്ടെ മഹാനവറുകളും അന്നത്തെ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അതേ സ്ഥാനത്ത് ഇന്നത്തെ എ പി അബൂബക്കർ മുസ്ലിയാർ സുൽത്താൻ ഉലമ ഉസ്താദ് അവർകൾ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. എല്ലാവർക്കും ദീർഘായുസ് നല്ലതാ, അല്ലെങ്കിൽ അതൊന്നും വേണ്ടെന്നുള്ളത് എന്റെ അഭിപ്രായം. ഉള്ളാൾ തങ്ങൾ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായി. പിന്നെ ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റായി. ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ഇവിടെ സംഭവം ഉണ്ടായിട്ടില്ല. പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ സെക്രട്ടറിയായി. പിന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറിയായി. പറ, ഞാൻ പറഞ്ഞതുപോലെ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ ഒരു പരമ്പര പറ. തോന്നിയാസം ഞങ്ങൾക്ക് കേൾക്കണ്ട, നമ്മൾ കുറെ കേട്ടതാ. പരമ്പര പറ, തോന്നിയാസം വരെ നുണ വരെ. അതുകൊണ്ട് ഹക്കായത് മാത്രമേ നമ്മൾ പറയാവൂ, തോന്നിയാസം പറയരുത്. ഇതുകൊണ്ട് മാത്രമേ ഈ പരിപാടി ഇവിടെ വെക്കൂല.
ഇൻഷാ അല്ലാഹ് ഈ പ്രദേശത്ത് സമസ്തയുടെ SKSSFന്റെ പ്രവർത്തകന്മാർ ഉറങ്ങിക്കിടക്കുന്ന സിംഹങ്ങളാണ്. അവരെ ഉണർത്തിയാൽ ഇവിടുത്തെ SSFകാർക്ക് നിക്കക്കള്ളി ഉണ്ടാവുകയില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ആരും ആരുടെയും വിഷയങ്ങൾ എവിടെയും പണയപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഹക്കായത് പറഞ്ഞു, ഈ നിലക്ക് മഹിതമായ മാതൃസംഘടനയെ ഭിന്നിപ്പിച്ച് മാറിപ്പോയി നാട്ടിൽ കുഴപ്പമുണ്ടാക്കി എന്നിട്ട് പറയാ ഇവിടെ ഉള്ള തങ്ങളെ ശേഷം വരക്കൽ മുല്ലക്കോയ തങ്ങളെ ഉള്ള തങ്ങളാ പ്രസിഡന്റ്, ബാക്കിയുള്ള ചരിത്രങ്ങളും പറ. ഇതൊന്നും സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാതെ ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ ആളുകളാണ്, ഞങ്ങൾ ശംസുലമിന്റെ ആളുകളാണ്. എങ്ങനെ ചങ്ങായിമാരെ ഞങ്ങൾ ശംസുലമിന്റെ ആളാകുക? അദ്ദേഹത്തിന്റെ ആദർശത്തിൽ ചോർച്ച സംഭവിച്ചിട്ട് ഞങ്ങൾ മാറിപ്പോന്നു, അത് ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങൾ എഴുതിയതാണ് ഞാൻ വായിച്ചത്. അത് മനസ്സൂഹായിട്ടില്ല, നിങ്ങളത് പിൻവലിച്ചിട്ടില്ല. എന്നിട്ട് കഴിഞ്ഞ മർക്കസിന്റെ സമ്മേളനത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പാട്ട് പാടുക. എന്താ പാട്ട് പാടുന്നത്? ഉസ്താദ്മാരുടെ കുരുത്തം വേണം മക്കളെ, പാട്ട് പാടിയിട്ട് കാര്യമില്ല. അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ കുരുത്തം വാങ്ങണമായിരുന്നു. പറയട്ടെ, ഉസ്താദുമാരെ പൊരുത്തമില്ലാതെ, ആലിമീങ്ങളെ പൊരുത്തമില്ലാതെ ബേജാറാണ്ട. അതിലെ തുടക്കം മുതൽ ഒടുക്കം വരെ നുഴച്ചാലും കഷായത്തിൽ കൂട്ടാൻ 1/2 ഔൺസ് കണ്ണുനീര് കിട്ടൂല. അത് നമ്മൾ കുറെ കേട്ടതാ. പറയട്ടെ, ആലിമീങ്ങളെ പൊരുത്തമില്ലാതെ, സാലിഹീങ്ങളെ പൊരുത്തമില്ലാതെ ഹബീബായ നബി തങ്ങളുടെ സമീപത്തേക്ക് പ്രവേശനമില്ല കേട്ടോ. അങ്ങനെ പറയ്. മഹാന്മാരായ ഉസ്താദുമാരുടെ പൊരുത്തമില്ലാതെ ഹബീബായ നബി തങ്ങളുടെ സമീപത്തേക്ക് പ്രവേശനമില്ല. എന്നാ ഒന്നും കൂടി മലയാളത്ത് പറഞ്ഞാല് കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുലുലമയുടെയും കോട്ടുമല ഉസ്താദിന്റെയും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെയും പാണക്കാട് PMS പൂക്കോയ തങ്ങളുടെയും വാഫക്കി തങ്ങളുടെയും കുരുത്തമില്ലാതെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റൂല. അതാണ് പറഞ്ഞതിനർത്ഥം. ബാക്കി അറിയില്ലേ, അതൊരു നിയമമല്ലേ? യൂണിറ്റിന്റെ കത്തില്ലാതെ, അതേ സോണിന്റെയും സർക്കിളിന്റെയും സപ്പോർട്ടില്ലാതെ, ജില്ലാ കമ്മിറ്റിയുടെ റെക്കമെൻഡില്ലാതെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് പാസ്സാകുമോ? പാസ്സാകൂല. അപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് പാസ്സാകണമെങ്കിൽ അടിയത്തെ കമ്മിറ്റിയിൽ നിന്ന് പാസ്സാകണം. ആദ്യം പള്ളിക്കത്ത് മല്ലാക്കാന്റെ ഗുരുത്തം വേണം. അയാൾ കുതിരാക്കി അയാൾ ഗുരുത്തുണ്ടാവും. പിന്നെ മദ്രസിൽ പഠിപ്പിച്ച മൂല്യമാരെ ഗുരുത്തം വേണം. ഓനെ കുതിരാക്കിയാൽ പിന്നെ ഓനെ ഗുരുത്തുണ്ടാവോ? അത് കഴിഞ്ഞാൽ പിന്നെ പള്ളി ദർസ് പഠിപ്പിച്ച ഓലെ ഗുരുത്തം വേണം. ഓനെ കുതിരാക്കിയാൽ എങ്ങനെ ഓലെ ഗുരുത്തം കിട്ടണു? പിന്നെ അറബി കോളേജിൽ പഠിപ്പിച്ച ഉസ്താദ്മാരെ ഗുരുത്തം വേണം. അത് ഏത് മൂല്യന്മാരാണെങ്കിലും വേണ്ടില്ല. അത് ഫൈസിയാണ്, ഞാൻ ബാക്കവിയാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ആ പഠിപ്പിച്ച ഉസ്താദ്മാരുടെ ഗുരുത്തം വേണം. സനത് തന്നോലെ ഗുരുത്തം വേണം. ഓനെ കുതിരാക്കിയാൽ എങ്ങനെ ഗുരുത്തം കിട്ടണു? ആ കോലത്തിലുള്ള എഴുത്തല്ല നിങ്ങൾ എഴുതിയത്. അവർക്ക് സുന്നത്ത് ജമാഅത്ത് അപകടം വന്നിട്ട് അവരുടെ കൂടെ നിന്നാൽ ദീന് തകരുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ മാറി നിന്നു എന്നാ പറഞ്ഞത്. വില്ലേജ് ഓഫീസർ ഒപ്പിടാതെ, തഹസിൽദാർ വിവരമറിയാതെ കലക്ടർ നിങ്ങൾക്ക് ഒപ്പിട്ട് തരുമോ? അവ കലക്ടർ ഒപ്പിടണമെങ്കിൽ ആ കലക്ടറെ താഴ്ഭാഗത്തുള്ള ഓഫീസർമാർ ഒപ്പ് വേണം. റസൂലുള്ളാഹി തആല സഫാത്ത് വേണമെങ്കിൽ ഓലെ താഴെയുള്ള സഫാത്ത് വേണം. അതെല്ലാവർക്കും തിരിയല്ലോ. എങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ മദദും ലഭിക്കണമെങ്കിൽ അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളെ പൊരുത്തം വേണം. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ അവിടുത്തെ അനന്തരക്കാരായ പണ്ഡിതന്മാരുടെ പൊരുത്തം വേണം. ഏതാ നബി തങ്ങളുടെ അനന്തരക്കാരായ പണ്ഡിതന്മാർ? അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. നമ്മൾക്ക് സംശയമില്ലാത്തത് കണ്ണിയത്ത് ഉസ്താദാണ്, മറ്റൊന്ന് ശംസുൽ ഉലമയാണ്. ഇവർ അള്ളാന്റെ റസൂലിന്റെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരാണ്. ഓലെ കുരുത്തുണ്ടെങ്കിൽ അവർക്ക് എത്താൻ പറ്റുള്ളൂ. അതന്നെ നമ്മളും പറയണത്. അതില്ലാത്തതാണ് നിങ്ങൾക്കുള്ള തകരാറ്. അവിടുത്തെ സന്താന പരമ്പരയിലുള്ള സയ്യിദന്മാരെ പൊരുത്തം വേണം. പാണക്കാട്ടുകാരെ പൊരുത്തം വേണം. അതന്നെ അവിടുത്തെ സന്താന പരമ്പര എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്നത് പാണക്കാട്ടുകാരാണ്. ആ പാണക്കാട്ടുകാരെ പൊരുത്തം വേണം. എന്നിട്ട് മുതഅല്ലിമീങ്ങളെ പൊരുത്തം വേണം. അവിടുന്ന് യതീമായി വളർന്നതുകൊണ്ട് തന്നെ യതീം മക്കളെ പൊരുത്തം വേണം. ഈ മക്കളെ കായ് മാത്രം പോലെ പൊരുത്തം വേണം. ഈ പറയപ്പെട്ട മുഴുവൻ കണ്ണികളുടെയും പൊരുത്തമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിൽ എത്താൻ പറ്റൂ. പക്ഷെ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ ഈ സുന്നി വോയിസിലും റിസാലയിലും എഴുതിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെട്ട മഹാന്മാരുടെ കുരുത്തവും പൊരുത്തവും എങ്ങനെ ലഭിക്കും നിങ്ങൾക്ക്? അതാ ഞങ്ങൾ പറഞ്ഞ പൊന്നത്ത ചങ്ങായിമാരെ, നിങ്ങൾക്ക് ഇവിടെ സ്പെല്ലിംഗിൽ വളരെ വലിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്.
നിങ്ങളുടെ അടിത്തറയിൽ വലിയ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടിത്തറയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം സംഭവിച്ചിട്ടുണ്ട്. തങ്ങൾ കണ്ണിയത്ത് ഉസ്താദിനും ശംസുൽ ഉലമയ്ക്ക് എതിരാണെന്ന് മനസ്സിലായപ്പോൾ മയ്യത്തിന്റെ തലയെന്ന് പേനിറങ്ങുമ്പോൾ ആൾക്കാരിങ്ങനെ ഒയ്യാൻ തുടങ്ങി. അല്ലേ? നോക്കിയാൽ നിങ്ങൾ ചക്കനാണിമക്ക് എറുമ്പ് വരുന്നമാര് വരി വരിയായിട്ടാണ് സക്കാഫികളെ സമസ്തയ്ക്ക് വരുന്നത്. നിക്കക്കള്ളില്ല, ദിവസം ദിവസം സക്കാഫികൾ വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്ത് സക്കാഫി സമ്മേളനം സംഘടിപ്പിച്ചു. വലിയ വേദി നമ്മളുണ്ടാക്കി. കുറഞ്ഞ നേരം കൊണ്ട് സ്റ്റേജ് നിറഞ്ഞ് സക്കാഫികളെ കൊണ്ട് പിന്നെ ദാർപ്പായാണ് വിരിച്ചിട്ടാണ് 200 സക്കാഫികളെ ഇറങ്ങും. ബരിയായിട്ട് ഇങ്ങനെ വരില്ലേ? ഇങ്ങനെ വന്നപ്പോ ഇവർക്ക് തോന്നി ഇനി നമ്മുടെ കണ്ണിയത്ത് ഉസ്താദിന്റെ ആളാന്ന് പറയണം. പണ്ട് നമ്മൾ അങ്ങനത്തെ എഴുതിക്കണമെങ്കിലും അല്ലേ? പ്രസംഗിക്കുമ്പോൾ സ്ക്രീനിൽ ഇനി കണ്ണിയത്ത് ഉസ്താദിന്റെ ഫോട്ടോ ഇങ്ങനെ കാണിക്കണം. ആ നല്ല ഹൈബത്തും വക്കാറുള്ള ഫോട്ടോ. ആ ഫോട്ടോ ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഇവർ കണ്ണിയത്ത് ഉസ്താദിന്റെ ആൾ തന്നെയാണ്. ചങ്ങായിമാരെ കുരുമുളക് പിന്നെ നമ്മൾ സാധാരണ നല്ല മധുരമുള്ള സാധനമാണ് പഞ്ചസാര. ആ പഞ്ചസാര നിറച്ചു വച്ച ചാക്കിന്റെ മുകളിൽ കുരുമുളക് നെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഉറുമ്പ് നോട്ടീസ് നോക്കിയിട്ടാ വരിക. അത് നോട്ടീസ് നോക്കാം, ഇത് കുരുമുളകാലെ, എന്നാ നമുക്ക് പോകാം. അങ്ങനല്ല. ഉറുമ്പിന് അതിന്റെ ഹൗസ് ഓഫ് കിട്ടിയാൽ മതി, ഉറുമ്പ് വരും. ഇത് കണ്ണിയത്ത് ഉസ്താദിന്റെ ശംസുലിന്റെ ഫോട്ടോ ഇങ്ങോട്ട് കൊടുത്താൽ നിങ്ങളെ ആളുകൾ നിങ്ങളെ കൂടെ നിങ്ങൾ കരുതിയോ? നിങ്ങൾക്ക് വലിയ അപാകത ചങ്ങായിമാരെ സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് പേരുട സഖാഫി പറയാണ് കണ്ണിയത്ത് ഉസ്താദ് നിങ്ങൾ വിചാരിച്ച മാതിരി ഒന്നല്ല, അള്ളാഹിന്റെ അടുത്ത് ഉന്നത സ്ഥാനമുള്ള ആളാണ്. നിങ്ങളെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കാത്തേക്ക് ഞങ്ങൾ പറയട്ടെ. കണ്ണിയത്ത് ഉസ്താദ് നിങ്ങൾ ദ്വാരക്കണ്ട ദർജ വർദ്ധിപ്പിക്കാനേ, അല്ലെങ്കിൽ തന്നെ ഒരു വലിയ ദർജയില. നിങ്ങൾ ദ്വാരനാണ്ടുള്ള ദർജ ഇല്ലാതാവും എന്നുള്ള പേടിയപ്പോ നമുക്കുള്ളത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് സുന്നത്ത് ജമാഅത്തിൽ പാളിച്ച സംഭവിച്ചു. ഓലെ കൂടെ കൂടിയാൽ ദീന് തകരുമെന്ന് എഴുതിയ നിങ്ങള് ഇപ്പൊ കണ്ണിയത്ത് ഉസ്താദിനെ ദർജ വർദ്ധിപ്പിക്കാൻ ദ്വാരക്കാണ്. അതിന്റെ ആവശ്യം അവർക്കില്ല. ഞാൻ മൂപ്പർക്ക് തിരക്കുണ്ട്, ഞമ്മക്ക് തിരക്കില്ല. മൂപ്പർക്ക് തിരക്കണ്, ഞമ്മക്ക് തിരക്കില്ല. മോനെ തലക്കെന്ന് പറ്റും. ഓരോന്ന് പറയട്ടെ. എന്തൊക്കെയാ കണ്ണിയത്ത് ഉസ്താദിന്റെ പോലീസ? ഞാൻ മഹാനവർകളെ അങ്ങേറ്റം ആദരിക്കുന്നു. ആ ആദരിക്കണേന്റെ ഒരു ഫലാണിത്. സുന്നത്ത് ജമാഅത്തില് അവർക്ക് ചോർച്ച സംഭവിച്ചുകൊണ്ട് ഞങ്ങൾ മാറിപ്പോന്നു എന്ന് പറഞ്ഞത്. ഓനെ കൂടെ കൂടിയാൽ സുന്നത്ത് ജമാഅത്ത് നശിക്കും, ദീന് നശിക്കുമെന്ന് എഴുതിയത് ആദരവിന്റെ ഭാഗമാണല്ലേ? ആദരവുള്ളവർ അങ്ങനെ ചെയ്യല്. ഞാൻ കണ്ണിയത്ത് ഉസ്താദ് അങ്ങേറ്റം ആദരിക്കുന്നു എന്ന് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നോക്കണമായിരുന്നു. ഇപ്പൊ പറയാ കാര്യപ്പെട്ട ആളാണ്, എനിക്ക് ആദരവുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. അത് കോടതി നീ ഇറങ്ങണതിന് മുൻ ന്യായം തീരണം. അത് ഇറങ്ങിയിട്ട് ന്യായം തിരിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവിടെ പോയി പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. ആരെയെന്ന്? കണ്ണിയത്ത് ഉസ്താദിലേക്കെന്ന്. ആരെയെന്നാ പൊരുത്തം വാങ്ങാ? പൊരുത്തത്തിലേക്കെന്ന് വാങ്ങും. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിലിരുന്ന് പൊരുത്തം പോലെ ആളുകൾ വാങ്ങുന്നുണ്ട്. ഞാനും പോയി വാങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹം പൊരുത്തം കൊടുക്കുന്ന ആളാണ്, കുരുത്തക്കേട് കൊടുക്കുന്ന ആളല്ല. ഞങ്ങൾക്ക് തുടങ്ങിത്തരാൻ വേണ്ടി ഉദ്ഘാടനത്തിന് അത് ശരി. മർക്കസിൽ ആദ്യമായിട്ട് കിതാബ് തുടങ്ങിയതും കണ്ണിയത്ത് ഉസ്താദാണ്. ആരെ നമ്മൾ കിതാബ് തുടങ്ങാൻ കൊണ്ടുപോകുക? കിതാബ് തീരുന്ന ആളെ കൊണ്ടുപോകും. അതെ, കിതാബ് തീരുന്ന ആളല്ലേ കിതാബ് തുടങ്ങാൻ വേണ്ടി കൊണ്ടുപോകുക. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന് കിതാബും തിരും. ഞാൻ പോയി കുരുത്തും വാങ്ങിയിട്ടുണ്ട്. മൂപ്പര് കാര്യപ്പെട്ട ആളാണ്. അങ്ങനത്തെ നാട്ടുകാരോട് പറയുമ്പോ ചങ്ങായിമാരെ ഇത് നിങ്ങൾ എഴുതിയതല്ലേ? കണ്ണിയത്ത് ഉസ്താദിനും ശംസുൽ ഉലമക്കും ദീനിൽ അവരെ കൂടെ കൂടിയാൽ ദീന് തകരുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നാണ് നിങ്ങൾ എഴുതിയതാണിത്. ഇത് തിരുത്താത്തിടത്തോളം കാലം, ഇത് നിങ്ങൾ തിരുത്താത്തിടത്തോളം കാലം സമുദായത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആയിക്കോട്ടെ, നിങ്ങൾ തലങ്ങും വെലങ്ങും ഒലക്കച്ചിറ്റിന്റെമാര് ദർജ വർദ്ധിപ്പിക്കണം, ദ്വാരത്തിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുക, മരിച്ചതിന് ശേഷം ദർജ വർദ്ധിപ്പിക്കണമെന്ന് പറയാ. നിങ്ങളെ പ്രാർത്ഥനയും സോപ്പിയും കൊണ്ട് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, നമുക്കൊരാശ്വാസമുണ്ട്. നമ്മുടെ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട പണ്ഡിത ലോകത്തെ സൂര്യതേജസ് മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു പോയൊരു വാക്കുണ്ട് ഇവിടെ. പൊന്നുമക്കളെ നമ്മൾ പേടിക്കേണ്ടതില്ല. കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ നിങ്ങളാണല്ലേ? നിങ്ങളെ പറ്റി ശംസുൽ ഉലമ പറഞ്ഞെന്താ നിങ്ങള്? ഞാനിവിടെ കേൾപ്പിക്കുകയാണ്. എന്താ ശംസുൽ ഉലമ പറഞ്ഞത്? സമസ്തയിൽ നിന്നൊരു 3-4 ആള് മാറിപ്പോയത് കൊണ്ട് സമസ്തക്കൊരു കോട്ടവും തറ്റൂല, സമസ്തയുടെ രോമം തൊടാൻ അവർക്ക് കഴിയൂല. 3-4 ആള് പോയത് കൊണ്ട് പോലും സമസ്തയാകൂല, അവർ സുന്നിയാകൂല. അതാണ് കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ പറഞ്ഞത്.
മരത്തിനേക്കാളും വലിയ കൊമ്പൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ റോഡ് സൈഡിലൂടെ പോകുമ്പോൾ കാണാം വലിയ ചീനിമരം. ആ മരത്തിന്റെ മരടിനേക്കാളും വണ്ണുള്ള കൊമ്പൊക്കെ ഉണ്ടാവും ചിലപ്പോൾ മരത്തിന്. ആ കൊമ്പിന് ഫലായിലെപ്പോഴാണ്ടാകുക? മരത്തുമലുണ്ടാകുമ്പം ആ കൊമ്പ് മരത്തുമെന്നാണ് മുറിച്ചു മാറ്റിയാൽ 4 ദിവസം കൊണ്ട് ഇല കൊഴിയും, 8 ദിവസം കൊണ്ട് ചുള്ളി ഉണങ്ങും, 1 മാസം കൊണ്ട് നീര് പറ്റിയിട്ടാവും, കൊമ്പുണങ്ങും. ഞാൻ പണ്ട് ഇതിന്റെ കൊമ്പേരി എന്ന് പറഞ്ഞാൽ കൊമ്പ് ഈ മരത്തുമൽ ഉണ്ടാകുമ്പോൾ അതിന് ശ്രേഷ്ഠതയുള്ളൂ. മാറിപ്പോയാൽ പിന്നെന്ത് കൊമ്പ്? മാറിപ്പോയാൽ പിന്നെന്ത് കൊമ്പാണ്? ഈ കൊമ്പിന് ശ്രേഷ്ഠത മരത്തുമ നിൽക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. എന്താ ശംസുൽ ഉലമ പറഞ്ഞത്? എന്നിട്ട് ശംസുൽ ഉലമ ഞങ്ങളാണ്. ശൈഖുന പറയട്ടെ. ഇവർക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഒരു രോഗം പറിക്കാൻ ഇവർക്ക് സാധിക്കില്ല. പറഞ്ഞത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രോമം പറിക്കാൻ ഇവർക്ക് സാധിക്കൂല. എന്തിനാ നമ്മൾ ബേജാറാണു? ഈ സമസ്തയിൽ നിന്ന് മാറിപ്പോയി സമസ്തക്കെതിരെ കുതിര കളിച്ചവരെയാണ് ശംസുൽ ഉലമ നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ളത്. പറയട്ടെ. ഒരു രോഗം പറിക്കാൻ ഇവർക്ക് സാധിക്കില്ല. അതിന് യാതൊന്നും സംഭവിച്ചിട്ടും ഇല്ല. അതിൽ നിന്ന് പുറത്തുപോയി കുറെ 3-4 പുറത്തുപോയി അത് കൂടിയത് കൊണ്ടൊക്കെ ഒരു കാര്യമൊന്നുമില്ല. ഇത് ദുനിയാവൂല. ധാരാളത്തുന്നി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളാണ് സ്വീകരിക്കുകയില്ല. ആളുകൾ പുറത്തുപോയി ഞങ്ങളാണ് സുന്നി എന്ന് പറഞ്ഞാൽ സുന്നിയാവൂല. ഇത് ശംസുൽ ഉലമയുടെ വാക്കാണ്. നമ്മൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇന്ന് സുന്നില്ലല്ലോ. സൗകര്യമുള്ള അൻഷാദ വിഷയത്തേക്ക് വരും. അത് തിരിയാനും പറയാനും വിജയന് സുന്നി പഠന ക്ലാസ്, സുന്നി ജുമുഅ, സുന്നി മസ്ജിദ്, സുന്നി മദ്രസ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഇപ്പൊ എവിടെ പോയി സുന്നി? കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചത് സുന്നി എവിടെ പോയി? സുന്നിയുടെ കാറ്റുപോയി. ഈ പറയപ്പെട്ട കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചപ്പോ അതിലേക്ക് ക്ഷണിച്ചൊരു ക്ഷണിതാവാരാളുകള് ആദ്യമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുടികൊണ്ടുവന്നപ്പോൾ അത് ബോഡി വേസ്റ്റ് ആണെന്ന് ആദ്യമായി മാധ്യമ പത്രത്തിൽ ലേഖനം എഴുതിയ ഒ അബ്ദുള്ളയെയാണ്, ജമാഅത്തിന്റെ നേതാവിനെയാണ് ഈ വിഭാഗം ആളുകൾ ഈ പറയപ്പെട്ട സംഘടന ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ രൂപീകരണ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ചർച്ച വരുന്നപ്പോൾ നമുക്കത് പറയാം. ഇപ്പൊ സുന്നില്ല. അന്ന് ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞതാണ്, മാറിപ്പോയിട്ട് ഞങ്ങളാണ് സുന്നി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സുന്നിയാകാൻ അവർക്ക് കഴിയില്ല. ഈ മഹിതമായ സംഘടനയിൽ നിന്ന് ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് മാറിപ്പോയ സമയത്ത് 2 ആരോപണങ്ങളാണ് അവർ പറഞ്ഞത്. ആ 2 ആരോപണങ്ങളും കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ വല്ലാതെ പരാമർശിക്കുകയുണ്ടായി. ഒന്ന് ബിദ്അത്ത് ബന്ധമാണ്. സമസ്തക്കാരെന്ന് പറഞ്ഞാൽ മുജാഹിദ്, അതിനപ്പുറത്ത് അതിന് കുറഞ്ഞ കച്ചവടമില്ല. സമസ്തക്കാരെന്ന് പറഞ്ഞാൽ ജമാഅത്തുകാര്. ഞങ്ങളെ സുന്നി, നിങ്ങളെ സുന്നിന്റെ കോലം ഞാൻ കാട്ടിത്തരാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് 2 ആരോപണങ്ങൾ ഞങ്ങൾ പറഞ്ഞത്. ഒന്ന് ബിദ്അത്ത് ബന്ധവും, 2 രാഷ്ട്രീയ ആരോപണവും. ഈ 2 ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഈ 2 ബന്ധങ്ങളുമില്ലാത്ത സംഘടന രൂപീകരിക്കുമെന്ന് പറഞ്ഞ് പോയാൽ ഞങ്ങള് നിങ്ങളുടെ പ്രഭാഷകനിൽ പ്രമുഖനായ പി കെ എം സഖാഫി ഇരിങ്ങല്ലൂർ തന്നെ ആ വിഷയം പറയട്ടെ. അദ്ദേഹം അത് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് പറയാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറയാം. ഇനി കുറച്ചേരം മൂപ്പര് പറയട്ടെ. എന്താ പറയാനുള്ളത് പറയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ പെട്ടെന്നുള്ള നിലപാട് മാറ്റം. ആരാ ഇ കെ അബൂബക്കർ മുസ്ലിയാർക്ക് നിലപാട് മാറി എന്ന് പറയുന്നത്? ശൈഖുനായുടെ ചെരുപ്പിന്റെ താഴത്തെ മണ്ണാകാൻ പോലും നിനക്ക് അധികാരമുണ്ടോ? ശംസുൽ ഉലമയുടെ ചെരുപ്പിന്റെ ചുവടുള്ള മണ്ണാകാൻ അധികാരമില്ലാത്ത നീയാണോ ശംസുൽ ഉലമക്ക് നിലപാടിൽ മാറ്റം സംഭവിച്ചു എന്ന് പറയുന്നത്? അതന്നെ ചങ്ങായിമാരെ നിങ്ങൾക്ക് പറ്റിയ തകരാറ്. ശംസുൽ ഉലമയുടെ സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടിൽ മാറ്റം സംഭവിച്ചു എന്ന് ഇവിടെ പ്രസംഗിക്കുക. ശംസുൽ ഉലമ ഞങ്ങൾ ആളാണെന്ന് പറഞ്ഞിട്ട് ഫോട്ടോയുടെ സ്ക്രീനിൽ അല്ലേ നടക്കൂലത്. അതായത് സമസ്തയുടെ ഔദ്യോഗിക നിലപാടിന്റെ വിരുദ്ധമായി അദ്ദേഹം അന്നത്തെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ താൽപര്യ നിലപാടിലേക്ക് അദ്ദേഹം പോവുകയും അങ്ങനെ പോയില്ല. പച്ചക്കളവാണത്. സമസ്തയുടെ ജമിയത്തുൽ ഉലമ നേരത്തെ ഇവിടെ ആമുഖ പ്രസംഗം നടത്തിയ പ്രിയപ്പെട്ട കാരണവർ വ്യക്തമായി പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ സഞ്ചാരപഥവും അതിന്റെ ലക്ഷ്യവും പ്രവർത്തന മേഖലയും വേറെയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണ ലക്ഷ്യവും അതിന്റെ പ്രവർത്തനവും അതിന്റെ മാർഗം വേറെയാണ്. എങ്ങനെ സമസ്ത മുസ്ലിം ലീഗ് പോയത്? എന്നേ പോയത് പറയും. അദ്ദേഹം അന്നത്തെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ താൽപര്യ നിലപാടിലേക്ക് അദ്ദേഹം പോവുകയും ആ നിലപാടിലേക്ക് സമസ്തയെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ മുശാവറയിലെ കുറെ ആളുകൾക്ക് അത് രസിച്ചില്ല. സംഭവം തന്നെയല്ല. രസിക്കണമെങ്കിൽ അങ്ങനെ സംഭവം വേണ്ടേ?
ഇതിങ്ങനെ അന്ത്യക്ക് ഇങ്ങനെ മലന്ന് കിടക്കുക, എന്നിട്ട് ഇങ്ങനെ ഉറക്കത്തെ പലതും കാണാം, ആ നേരം വെറുക്കുമ്പോൾ വന്ന് പ്രസംഗിക്കുക. ആ ഒരു കാലം പണ്ടുണ്ടായിരുന്നു. സമസ്തയുടെ മുഷാവറിൽ അങ്ങനത്തെ വിഷയം തന്നെ ഉണ്ടായിട്ടില്ല. നുണ പറയും. ഇയാൾ നുണ പറഞ്ഞിട്ട് കാര്യമില്ല, നേതാവ് അതിലേറെ വലിയ നുണ എന്ന് പറയുന്നു. മാത്രമാണല്ലോ അബൂൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന ജുബായിയുടെ നീക്കം ശരിയല്ലെന്ന് കണ്ടപ്പോഴാണ് അബൂൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നത്, സ്വന്തം ഉസ്താദിനെതിരെ രംഗത്ത് വന്നത്. അപ്പൊ അതൊക്കെ ചരിത്രപരമായി ആവശ്യമുള്ള കാര്യമായിരുന്നു എന്നതുകൊണ്ട് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പോക്ക് യഥാർത്ഥത്തിൽ സുന്നിക്ക് ക്ഷീണം ചെയ്യും, സുന്നത്ത് ജമാഅത്തിന് ക്ഷീണം ചെയ്യുമെന്ന് കണ്ടപ്പോൾ എഴുത് മാത്രമല്ല പറയും ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പോക്ക് സുന്നിക്ക് ക്ഷീണം ചെയ്യുമെന്ന് കണ്ടപ്പോൾ മോനെ വാക്കുതൊന്നും വരട്ടെ. ഏത് പോക്ക്? കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും ശംസുൽ ഉലമ സെക്രട്ടറിയുമായ ഈ പോക്ക് സുന്നത്ത് ജമാഅത്തിന് ക്ഷീണം ചെയ്യുമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മാറിപ്പോയി. വല്ലാത്തൊരു ഇജ്തിഹാദ് തന്നെയാണ് അതൊക്കെ. എന്നിട്ട് ഇവിടെ ഒന്ന് പറയാ കണ്ണിയത്ത് ഉസ്താദ് ഞങ്ങളാളാ. അപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ ചോർച്ച സംഭവിച്ച നേതാക്കന്മാർ ഞങ്ങളെ നേതാക്കന്മാര് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പോക്ക് യഥാർത്ഥത്തിൽ സുന്നിക്ക് ക്ഷീണം ചെയ്യും, സുന്നത്ത് ജമാഅത്തിന് ക്ഷീണം ചെയ്യുമെന്ന് കണ്ടപ്പോൾ സമസ്തയെ ഇനി രക്ഷപ്പെടുത്തിയേ പറ്റുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിയമാനുസൃതം പുനഃസംഘടിപ്പിക്കപ്പെട്ടു. നോക്കിയാണ് നിങ്ങൾ നുണന്റെ ഒരു വലിപ്പം. സുന്നി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിന്നീട് പുനർസംഘടിപ്പിച്ചു. എത്ര ആൾ കൂടി? 6 ആൾ കൂടിയിട്ട് 40 അംഗ മുശാവറ അംഗത്തെ ഇവർ പുനർസംഘടിപ്പിച്ചു. എന്നിട്ട് ഈ 6 ആൾക്കാർ എന്ത് ചെയ്തു? 34 ആൾക്കാരാണ് പുറത്താക്കി, വേറെ 34 ആൾക്കാരെടുത്തിട്ട് ഈ 6 ആൾക്കാരും കൂടിയിട്ട് അങ്ങോട്ട് പുനർസംഘടിപ്പിച്ചു. വല്ലാത്തൊരു പുനർസംഘടന തന്നെയാണത്. ഇതിങ്ങനെ പ്രസംഗിക്കുക, ഇത് പ്രവർത്തകന്മാർ കേൾക്കാൻ നുണയും പറഞ്ഞു നടക്കുക. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശംസുൽ ഉലമക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് നിങ്ങൾ ആരോപിച്ച് മാറിപ്പോയി. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചെന്താ? നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെടാതെ, രാഷ്ട്രീയക്കാരുടെ അവകാശങ്ങൾ വാങ്ങാതെ, രാഷ്ട്രീയ പാർട്ടികളുടെ ആനുകൂല്യങ്ങൾ വാങ്ങാതെ, അവരുടെ പിന്നാലെ ഭൗതികമായ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പോകാതെ അല്ലാഹ് ബില്ലാഹ് എന്ന ചിന്തയിൽ പരിപൂർണമായ ഇസ്ലാമിന്റെ നടുക്കണ്ടമായ ഒരു സംഘടന ഉണ്ടാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. കാരണം ഇവർക്കൊക്കെ തന്നെ വ്യതിയാനം സംഭവിച്ചോലോ. ആ വ്യതിയാനം സംഭവിക്കാത്ത 6 ആൾക്കാർ കൂടിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന നമ്മൾ കരുതിയത്. അങ്ങനെയാണെങ്കിൽ അത് സ്വാഗതാർഹമായിരുന്നു. ഭൗതികമായ ഒരു ശക്തിയോട് സഹായം ചോദിക്കാതെ ഒക്കെ അള്ളാഹിനോട് ചോദിച്ചുകാണ്ട് അങ്ങനെ പോണൊരു സംഘടന 24 മണിക്കൂറും തസ്ബീഹും ദിക്റായിട്ട് നടക്കുന്ന സംഘടന സ്വാഗതാർഹമായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് കേരളത്തിന്റെ 4 അറ്റങ്ങളിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും അടുക്കളയിൽ പോയിട്ട് അവിടെ പിച്ചച്ചട്ടിൽ കൈയിട്ടിട്ട് മുട്ടും കൈ മുതൽ വിരലിന്റെ തല വരെ കാതൂര നക്കിയതാണ് പിന്നെ കണ്ടത്. മുസ്ലിം ലീഗിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ലീഗ് ആരോപണം നടത്തിയവർ അവസാനം എന്തായി? നേരെ പോയിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നിടത്തെത്തി. രാഷ്ട്രീയ പാർട്ടി എന്നല്ല നിങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞാലും മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിയാണ്, നാവുകൊണ്ട് വ്യക്തമാക്കിയതാണ് രാഷ്ട്രീയ പാർട്ടി അല്ല എന്നുള്ളത്. ഞാൻ സൗകര്യം പോലെ ഞാനത് പറയും. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന പശ്ചാത്തലം ഉണ്ടായി. അങ്ങനെ രാഷ്ട്രീയ പാർട്ടി കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കി. എന്നിട്ട് പത്രക്കാർ ഇയാളോട് ചോദിച്ചു, നിങ്ങളിപ്പോ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയാലോ? അതേ ഉണ്ടാക്കി. ഈ പാർട്ടിയിൽ പെണ്ണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമോ ചോദിച്ചു. നമ്മൾ വിചാരിച്ചത് ഇയാൾ പറയും എന്ത്, പെണ്ണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കൂല, അങ്ങനെ പെണ്ണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് ഓലെ രംഗത്തിറക്കിയാ പിന്നെ മുജാഹിദും ജമാഅത്തും നമ്മളിപ്പോ എന്താ ബന്ധമുള്ളത് എന്ന് ഇയാൾ പറയുന്ന നമ്മൾ കരുതിയത്. പക്ഷെ ഇയാൾ പറഞ്ഞെന്താ? നിങ്ങൾ അല്ല, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കും. അങ്ങനെ കൊടുക്കി. അപ്പോഴല്ലേ കണ്ണിയത്ത് ഉസ്താദും ശംസുലും ആരാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പറയട്ടെ. അല്ല, ബഹുജന സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രഷർ ഗ്രൂപ്പ് ആവുക എന്നുള്ളതാണ്, ഒരു സമ്മർദ്ദ ശക്തിയാണ്. അല്ല, അങ്ങനെയില്ല. സമ്മർദ്ദം ഇപ്പോഴും ഉണ്ട് ആവശ്യത്തിനനുസരിച്ച്. അതുപോലെ വേണ്ടി വന്നാൽ അപ്പോഴും ഉണ്ടാകും. ബഹുജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തും. ബഹുജനങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അതിൽ ഉൾപ്പെടും. ഉളുപ്പ് വേണം മനുഷ്യന്. കുറച്ച് ഉളുപ്പ് റഹാനുണ്ടല്ലോ. കേരള മുസ്ലിം ജമാഅത്തിൽ പെണ്ണുങ്ങളെ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് പെണ്ണുങ്ങളെ ഉൾപ്പെടുത്തും. മാനം മര്യാദയ്ക്ക് പറയേണ്ടതെന്താ? പെണ്ണുങ്ങളെ ഞങ്ങൾ ഉൾപ്പെടുത്തൂല.
അങ്ങനെ ഉൾപ്പെടുത്തിയ പിന്നെ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും ഇവിടെയുണ്ടാക്കിയ വനിതാ സംഘടനകളുമായി എന്ത് ബന്ധമുള്ളത്? ഇവിടെ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വനിതാ സംഘടന ഉണ്ടാക്കിയ എന്തിനാ? അത് സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും ഓരോ അവകാശങ്ങൾ നേടിയെടുക്കാനും ഓരോ രംഗത്തിറക്കി ആണുങ്ങളെ പോലെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് ഓരുണ്ടാക്കിയത്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. മോനെ കുറച്ച് പുറത്തു വരട്ടെ. അതുപോലെ വേണ്ടി വന്നാൽ അപ്പോഴും ഉണ്ടാകും. ബഹുജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തും. ബഹുജനങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അതിൽ ഉൾക്കൊള്ളും. സ്ത്രീകൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസവും സ്ത്രീകൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനും ഈ സംഘടന പ്രവർത്തിക്കും. അങ്ങനെയല്ലേ മുജാഹിദും പറയണത്? പിന്നെ നിങ്ങളോട് തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? പിന്നെ മുജാഹിദുകാർ പെണ്ണുങ്ങൾക്ക് സംഘടന ഉണ്ടാക്കിയത് മണൽ വരാൻ കൊണ്ടുപോകാനാ? മുജാഹിദും ജമാഅത്തും പെണ്ണുങ്ങൾക്ക് സംഘടന ഉണ്ടാക്കിയത് വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് രംഗത്തിറക്കാൻ തന്നെയാണ്. അതിനെന്നെയാണ് ഞങ്ങളും സംഘടന ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ വഅഖിംന സ്വലാ എന്ന് പഠിപ്പിച്ച ഖുർആനിലെ ആയത്തിന് വിരുദ്ധല്ലേ പറഞ്ഞത്? സമസ്തയുടെ ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് ആരോപിച്ചവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പെണ്ണുങ്ങളെ രംഗത്തിറക്കുമെന്ന് പരസ്യമായി ചാനലുകളോട് പറയാം. അടുത്ത ചോദ്യം, എന്നാ പോട്ടെ, പെണ്ണുങ്ങളെ നേതൃത്വ സ്ഥാനത്ത് ഈ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് പെണ്ണുങ്ങളെ കൊണ്ടുവരുമോ? അടുത്ത ചോദ്യം. അപ്പൊ മൂപ്പര് നമ്മൾ കരുതിയ എന്താ കൊണ്ടുവരൂല എന്ന് പറയുന്ന, കാരണം അങ്ങനെയാണല്ലോ മാറിപ്പോയതിനു ശേഷമുള്ള വ്യതിചലനാണിത്. ഇയാൾ പറയാണ് അങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ടുവരണ്ടെന്നൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പറയട്ടെ. ചെയ്തു കൊടുക്കുന്നതിനും ഈ സംഘടന പ്രവർത്തിക്കും. ബഹുജന സംഘടനയുടെ മുന്നണിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ കഴിയുമോ? ബഹുജന സംഘടനയിൽ മെമ്പർഷിപ്പ് സ്ത്രീകൾക്ക് കൊടുക്കണമോ കൊടുക്കണ്ടയോ എന്ന കാര്യം തീരുമാനമായിട്ടില്ല. എന്തെങ്കിലും തീരുമാനിക്കാത്തത്? ആരെങ്കിലും കാത്തുക്കണു? ഈ സംഘടനയുടെ നേതൃത്വ സ്ഥാനത്ത് പെണ്ണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കണോ കൊടുക്കേണ്ടത് തീരുമാനിച്ചിട്ടില്ല. എന്തേ കൊടുക്കൂല എന്നാണ് തീരുമാനിക്കാത്തത്? ഞങ്ങൾക്കറിയാം, സുന്നി എന്ന പേര് മാറ്റി കേരള മുസ്ലിം ജമാഅത്ത് എന്ന സംഘടന ഉണ്ടാക്കി ഓ അബ്ദുള്ളയെ നിങ്ങൾക്ക് ആ സാധി രൂപീകരണത്തിൽ കൂട്ടിയത് നിങ്ങളുടെ ഈ മുക്കൂട്ട് മുന്നണി മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗും തൽബീഗും ഖാദിയാനും ചേകനൂരും മൗലൂദിയും എല്ലാം കുണ്ടാമണ്ടിയും കൂടിയിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ആഞ്ഞടിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്കതറിയാം. ഈ മുക്കൂട്ട് മുന്നണിയുടെ ശക്തമായ ഇടപെടലുകൾ വരും കാലങ്ങളിൽ മഹലിൽ വരാൻ പോവുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കാൻ വേണ്ടി ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളിപ്പോൾ രൂപീകരിച്ചതല്ലേ ഉള്ളൂ. രൂപീകരിച്ചിട്ടുള്ളൂ, വരുമ്പോ കാണാൻ നമുക്ക് ബാക്കി. ഇപ്പോൾ രൂപീകരിച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചർച്ച ചെയ്തതിന് ശേഷം മെമ്പർഷിപ്പ് കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ രണ്ടും തീരുമാനമായിട്ടില്ല. അക്കാര്യത്തിലൊരു താത്വിക നിലപാട് നേരത്തെ ഉണ്ടല്ലോ. ഉണ്ട്. നിലപാട് കൊണ്ട് ഞങ്ങൾക്ക് എത്ര മെമ്പർമാർ ഇവിടെ ഞങ്ങളെ പ്രവർത്തനത്തോട് യോജിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ സ്ത്രീകളെ മെമ്പർമാരായി പരിഗണിക്കാം എന്നും. ആയിക്കോട്ടെ, അങ്ങനെ പറയും. മെമ്പർമാരെ എണ്ണം കിട്ടാൻ പെണ്ണുങ്ങളെ മെമ്പർമാരായി ചേർക്കാം. അപ്പോ ഒരു ആചാരി പ്രസിഡന്റും ഒരു ഹജ്ജമാത്ത വൈസ് പ്രസിഡന്റും നല്ല കോലുണ്ടാവും. ഒരു ടീച്ചർ ഒരു മാസ്റ്റർ സെക്രട്ടറിയും ഒരു ടീച്ചർ ജോയിന്റ് സെക്രട്ടറിയും ഒരു സംഘടന ഉണ്ടാക്കി. ബാക്കി നമുക്കപ്പോ പറയാം. പക്ഷെ ഇതിന്റെയൊക്കെ ഗൂഢതന്ത്രങ്ങള് കേരള മുസ്ലിം ജമാഅത്തിന്റെ ഒരു യൂണിറ്റ് ഒരു മഹല്ലത്തിൽ ഉണ്ടാക്കിയാൽ വരാൻ പോകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതം നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണം ചട്ടിപ്പറമ്പ് മഹല്ലിൽ കേരള മുസ്ലിം ജമാഅത്ത് എന്ന സംഘടനയ്ക്ക് ഇവർ രൂപം കൊടുത്താൽ എന്താ അടുത്ത പേര്? ചട്ടിപ്പറമ്പ് മുസ്ലിം ജമാഅത്ത് മഹല്ല് കമ്മിറ്റി. സുബ്ഹാനല്ലാഹ്. ചട്ടിപ്പറമ്പ് മുസ്ലിം ജമാഅത്ത് മഹല്ല് കമ്മിറ്റി എന്ന പേരിൽ സംഘടന രൂപീകരിച്ചാൽ അതേ പേരിൽ ഒരു മഹൽ അവിടെ ഉണ്ടല്ലോ. ചട്ടിപ്പറമ്പ് മുസ്ലിം ജമാഅത്ത് എന്നൊരു മഹൽ അവിടെ ഉണ്ട്. അതിന്റെ പുറമെ ഇവരെ സംഘടന ഉണ്ടാക്കിയാൽ ആളുകൾ കൺഫ്യൂഷനായി, പ്രശ്നമായി. ഇവർ റെസീറ്റ് അടിക്കും, ഇവരിതിനു മേൽ കമ്മിറ്റി ഉണ്ടാക്കും, ആകപ്പാടെ പ്രശ്നങ്ങളാകും. ഏത് നാടാണെങ്കിലും എവിടെയാണെങ്കിലും പടപ്പറമ്പിലാണെങ്കിൽ പടപ്പറമ്പ് മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി എന്നിവർ സംഘടന ഉണ്ടാക്കും. സംഘടന ഉണ്ടാക്കുമ്പോ ഇതേപോലെ പടപ്പറമ്പ് മുസ്ലിം ജമാഅത്ത് മഹല്ല് കമ്മിറ്റിയുടെ പണ്ടേ ഉണ്ടല്ലോ. ഇത് രണ്ടും കൺഫ്യൂഷനായി നാടിൽ കുഴപ്പമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമം, ഒന്നുകൂടെ പറയട്ടെ, 1989 ആവർത്തിക്കാനുള്ള ഗൂഢമായ തന്ത്രമാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ പിറവി. ബഹുമാനപ്പെട്ട നമ്മുടെ SOSന്റെ സമുന്നതനായ നേതാവ് ബഹുമാനപ്പെട്ട കല്ലായി അബ്ദുറഹ്മാൻ സാഹിബ് വ്യക്തമായ ആ വിഷയം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സാന്ദർഭികമായിട്ട് പറയാണ്. അദ്ദേഹം പറയട്ടെ. സാക്ഷിയായിട്ടുണ്ട്. നമുക്കെതിരെ വന്ന എല്ലാം അസ്തമിച്ചു പോയില്ലേ?
ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മുസീബത്ത്, ഞാൻ എന്റെ മനസ്സിലുള്ള ഒരാശങ്ക ഞാൻ പറയട്ടെ. എന്റെ മനസ്സിലുള്ള ഒരാശങ്ക, മറ്റേ ചങ്ങാതി മഹല്ലുകളെ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി. ഒരു മഹല്ലും പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ബോധ്യം വന്നപ്പോൾ കാലിനൊത്ത ചെരുപ്പ് കിട്ടാത്ത സമയത്ത് ചെരുപ്പിനൊത്ത് കാല് മുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ പിറവി. കേരള മുസ്ലിം ജമാഅത്ത് മഹല്ലിൽ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും പേര്? നിങ്ങളെ മഹലിന്റെ പേരെന്താ? മഹലിന്റെ പേര് തൊടുവാനൂർ മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി എന്നവർ പേര് വെക്കും. ഇപ്പോൾ നമ്മുടെ മഹലിന്റെ പേര് അതായിരിക്കില്ലേ? അല്ലേ? എന്റെ മഹലിന്റെ പേര് കല്ലായി മഹല്ല് മുസ്ലിം ജമാഅത്താണ്. കല്ലായി മഹല്ലിൽ കാന്തപുരം പാർട്ടി ഉണ്ടാക്കിയാൽ എന്തായിരിക്കും പേര്? കല്ലായി മഹല്ല് മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ചെരുപ്പിനൊത്ത് കാല് മുറിച്ചെങ്കിലും നമ്മോട് യുദ്ധം ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ റസീറ്റ് ബുക്കടിക്കും, പിരിവെടുക്കും. ഇതേതാണെന്ന് ആളുകൾക്ക് തിരിച്ചറിയാതെ വരും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ കേരളീയ മുസ്ലിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുടെ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആ സംശയം ശരിയാണോ തെറ്റാണോ എന്ന് കാലം കുറച്ച് കഴിയുമ്പോൾ തെളിയിക്കപ്പെടും. അതുകൊണ്ട് ഇപ്പൊ ഞാനത് വിധി പറയുന്നില്ല. എന്റെ സ്വന്തം സംശയമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. ചിലപ്പോൾ വലിയ രാഷ്ട്രീയക്കുഴപ്പം ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് നിലവിൽ മറ്റന്നൂർ മഹല്ല് മുസ്ലിം ജമാഅത്തിന്റെ പകരം അവരൊരു മഹല്ല് മുസ്ലിം ജമാഅത്ത് ഉണ്ടായാൽ നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും. ഇന്ന് നിലവിൽ കഴിയും. എന്നാൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ ബ്രാഞ്ച് എന്ന നിലക്ക് മറ്റന്നൂർ മഹല്ല് മുസ്ലിം ജമാഅത്ത് എന്ന് റെസീറ്റ് അടിച്ചാൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇതേതോ ഒരു ഗൂഢമായൊരു ബുദ്ധിയുടെ ഉപദേശത്തോടെ നടത്തിയ നിഗൂഢമായ പ്രവർത്തനമാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. കണ്ടോള്, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹല്ലുകൾ പിടിച്ചടക്കാൻ ആരോ പറഞ്ഞുകൊടുത്ത ഗൂഢമായ പദ്ധതിയാണ് കേരള മുസ്ലിം ജമാഅത്ത്. അഡ്വക്കന്റ് അരവിന്ദാക്ഷമേനോന്റെ ഗൂഢമായ ബുദ്ധിയിൽ പിറന്നതാണല്ലോ അവരുടെ സംഘടനയായ സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ. ഇതേപോലെ ആരുടെയോ ഗൂഢമായ മണ്ടയിൽ ഉദിച്ചൊരാശയമാണ് കേരള മുസ്ലിം ജമാഅത്ത്. അതുകൊണ്ട് ഓരോരോ മഹല്ലുകളും ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ആരോപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബിദ്അത്ത് ബന്ധമുണ്ട് എന്നാണ്. ബിദ്അത്തുമാരുമായിട്ട് കൂടിക്കലരുന്നവരാണ്. ആയിക്കോട്ടെ, നമ്മൾ ബിദ്അത്തുകാരാണില്ലേ? എന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏതെങ്കിലും വിഷയങ്ങളിൽ ബഹുമാനപ്പെട്ട കോഴിക്കോട് മുതലക്കുളം മൈതാനിൽ നദ്വി സാഹിബുമായി ശരീഅത്ത് വിഷയത്തിൽ ശരീഅത്ത് സംരക്ഷണ വേദിയിൽ മഹാനായ കാലം കണ്ട പണ്ഡിതകൾ വരേണ്യർ ശംസുൽ ഉലമ വേദി പങ്കിട്ടപ്പോൾ അതിന്റെ പേരിൽ ശംസുൽ ഉലമയുടെ സുന്നത്ത് ജമാഅത്ത് ചോർന്നുപോയി എന്ന് നാഴികക്ക് 40 വട്ടം പ്രസംഗിച്ചവർ, അതിന്റെ പേരിൽ ഈ പണ്ഡിത സഭയെ കഴുകുവനത്തിൽ തൂക്കിയവർ, നിങ്ങളുടെ പഴയ കാലത്തെ ചെയ്തികളും എഴുത്തുകളൊന്നും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ നോക്കിയാൽ സ്ക്രീനിൽ നിങ്ങൾക്കൊരു ഫോട്ടോ കാണാം. അതെന്താ? നിങ്ങള് പ്രബോധനം മാസികയുടെ ചട്ടയാണ് കാണുന്നത്. പ്രബോധനം ആരുടേതാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെയാണ് പ്രബോധനം. ആ പ്രബോധനം KC അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാണത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല നേതാവും മുസ്ലിം ലീഗിന്റെ നേതാവുമായിരുന്ന KC അബ്ദുള്ള മൗലവി മരണപ്പെട്ടപ്പോൾ പ്രബോധനക്കാരനിറക്കിയ സ്പെഷ്യൽ പതിപ്പാണത്. ഇനി അതിന്റെ ഉള്ളിലൊരു ലേഖനം നിങ്ങൾക്ക് കാണാം. എന്താണ് ആ ലേഖനത്തിന്റെ ഹെഡിങ്? എന്റെ സുഹൃത്ത് എന്നാണ് ആ ലേഖനത്തിന്റെ ഹെഡിങ്. ആരാണ് ലേഖനം എഴുതിയത്? മോനെ താഴേക്ക് വരട്ടെ. എന്റെ സുഹൃത്ത്. ആരാ ലേഖനം എഴുതിയത്? താഴെ കാണാം, സയ്യിദ് ഫസൽ പൂക്കോയത്തങ്ങൾ. ആരാ സയ്യിദ് ഫസൽ പൂക്കോയത്തങ്ങൾ? ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന സഖാഫി അടക്കമുള്ള സഖാഫിമാര് പഠിച്ച മർക്കസ് സഖാഫത്തി സുന്നിയുടെ പ്രസിഡന്റായിരുന്നു സയ്യിദ് ഫസൽ പൂക്കോയത്തങ്ങൾ. ആ സയ്യിദുൽ ഫസൽ പൂക്കോയത്തങ്ങൾ ലേഖനം എഴുതിയത് പ്രബോധനത്തിലാണ്. ഇവിടെ ഒരുപാട് മാസികകൾ അവർ വായിച്ചു. വിദ്യാർത്ഥിന്റെ മാസികകൾ നാസർ വൈസി കൊടുത്ത ലേഖനം എഴുതി, ഇവിടെ മറ്റേ ഉസ്താദ് ലേഖനം എഴുതി, ഈ ഉസ്താദ് ലേഖനം എഴുതി. മർക്കസിന്റെ പ്രസിഡന്റ് സയ്യിദ് ഫസൽ പൂക്കോയത്തങ്ങൾ ജമാഅത്തിന്റെ പ്രസിദ്ധീകരണമായ പ്രബോധനത്തിൽ ലേഖനം എഴുതിയതിന്റെ മസല പറ, അതിന്റെ തീരുമാനം പറ. ഫസൽ പൂക്കോയത്തങ്ങൾ വഹാബിയാണോ? അത് തീരുമാനാക്ക്. എന്താ എഴുതിയത്? എന്റെ സുഹൃത്ത്. ആരെപ്പറ്റി? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായ KC അബ്ദുള്ള മൗലവി എന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ ലേഖനം എഴുതിയത്. വെറും ലോക്കൽ സുഹൃത്തല്ല. ഞാൻ അതിന് ശരഹൊന്ന് വായിക്കാം. നോക്കി നിങ്ങൾ. KC അബ്ദുള്ള മൗലവിയുമായുള്ള സുഹൃത്ത് ബന്ധം തുടങ്ങുന്നത് 40കൾക്കൊടുവിലാണ്. 40കൾക്കൊടുവിൽ എന്ന് പറഞ്ഞാൽ 1940 മുതൽ എനിക്ക് ആ മനുഷ്യനായിട്ട് ബന്ധമുണ്ട് എന്ന്. ചെറിയ ബന്ധമൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല സാരഥിയായ VP മുഹമ്മദ് അലി ഹാജി അക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ പതിവ് സന്ദർശകനായിരുന്നു.
KC അബ്ദുള്ള മൗലവി മാത്രമല്ല, ജമാഅത്തിന്റെ പഴയ അമീറായിരുന്ന VP മുഹമ്മദ് ഹാജിയും ഞങ്ങളെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഏതാ ഞങ്ങൾ മർക്കസിന്റെ പ്രസിഡന്റ് സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ. അങ്ങനെ എഴുതിയിട്ട് നോക്കി, നിങ്ങൾ കോഴിക്കോട്ടെത്തിയാൽ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലാണ് ക്യാമ്പ് ചെയ്യുക. കയറിക്കാണ്ട് മതിലിടാത്ത കട്ടൻ ചായ അടിച്ചു പോകാന്നല്ല, ക്യാമ്പ് ചെയ്യാന്നാണ്. എന്താ, ഞങ്ങളെ വീട്ടിലാണ് കിടന്നുറങ്ങിയിരുന്നത് മർക്കസിന്റെ പ്രസിഡന്റിന്റെ വീട്ടിൽ, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ്. മാത്രമല്ല ഭക്ഷണവും താമസവും ഒക്കെ ഇവിടെ തന്നെ. ഇതിന്റെ മസല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ. ഇതിന്റെ മസല പറയാം, സമസ്തക്കെതിരെ പിന്നെ കുതിര കയറാം. ഭക്ഷണവും താമസവും ഒക്കെ ഇവിടെ തന്നെ. ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗം പോലെയായിരുന്നു അദ്ദേഹം. ആര്? ജമാഅത്തെ ഇസ്ലാമിയുടെ KC അബ്ദുള്ള മൗലവി, നേതാവ്, അമീർ. ഇടയ്ക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ പുഴുങ്ങലരിക്ക് വേണ്ടിയുള്ള നെല്ലുമായി വരും. അടുപ്പും കാലം കുടുക്കിയതില്ല, ഇതാത്തോണ്ട് ഞാൻ വായിക്കണില്ല. അല്ല, നമ്മൾ എഴുതിയ വായിച്ചാൽ മതിയല്ലോ. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ മർക്കസിന്റെ പ്രസിഡന്റിന്റെ വീട്ടിൽ വരുമ്പോൾ പുഴുങ്ങലരിക്ക് വേണ്ടിയുള്ള നെല്ലുമായി വരും. ഇങ്ങനെ വലിയ സുഹൃത്ത് ബന്ധമുണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമിന്റെ അമീറുമായിട്ട് നിങ്ങളുടെ പ്രസിഡന്റിനുണ്ടായിരുന്ന ഈ ബന്ധത്തിന്റെ മസല എന്താണ്? അതൊന്ന് പറ. സമസ്തയുള്ള ജംഇയ്യത്തുൽ ഉലമാക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ, ഈ മഹിതമായ സംഘടനയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ പഴയകാല ചരിത്രങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു ബോധമുണ്ടാകേണ്ടതല്ലേ? നിങ്ങളൊക്കെ പഴയത് മറന്നിട്ടുണ്ടാകും, ഞങ്ങളാരും പഴയ കാലത്തെ അനുഭവങ്ങൾ മറന്നിട്ടില്ല. നോക്കൂ, നിങ്ങൾ പണ്ട് കാലത്തെ കുവൈത്ത് കരാർ നിങ്ങൾ മറന്നിട്ടുണ്ടാകും, ഞങ്ങൾ മറന്നിട്ടില്ല. നോക്കി, നിങ്ങൾ ആ കുവൈത്ത് കരാറിന്റെ ഫോട്ടോണാ കാണുന്നത്. മധ്യത്തിലുള്ള ആരാളുകള് കാന്തപുരം AP അബൂബക്കർ മുസ്ലിം നോക്കി, അയാളാണ് കാണുന്നത്. മൂപ്പര് പുതിയാപ്പിള ഇറങ്ങിയപ്പോഴത്തെ ഫോട്ടോ അല്ലേ. കാന്തപുരത്തിന് ഇടതും വലതും നിൽക്കുന്ന ജമാഅത്ത് മുജാഹിദിന്റെ അമീറന്മാരാണ്, നേതാക്കന്മാരാണ്. നിങ്ങൾക്ക് അതിനൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അതിന്റെ മസല പറഞ്ഞിട്ടിക്കാണ് നിങ്ങളതൊക്കെ മറന്നിട്ടുണ്ടാകും, പക്ഷേ ഞങ്ങളത് മറന്നിട്ടില്ല. ഇനി നോക്കൂ, നിങ്ങൾ സമയക്കുറവ് കൊണ്ട് വേഗത്തിൽ കാര്യം പറഞ്ഞു പോവാം. ഇനി നോക്കൂ, നിങ്ങൾക്ക് മറ്റൊന്ന് കാണാം. ആരൊക്കെയാണത്? C5C കാന്തപുരത്തിന്റെ വലിയ മരുമകനും മർക്കസിന്റെ മാനേജറും. ആരെ കൂടെ? കടുത്ത വഹാബ് എന്ന് നിങ്ങൾ പറയാറുള്ള ഷാക്കിർ നായികിന്റെ കൂടെ വേദി പങ്കിട്ടു. ഒന്നിക്ക് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു, ഒന്നിക്ക് ഭക്ഷണം കഴിച്ചു, ഒന്നിച്ച് താമസിച്ചു ഷാക്കിർ നായികുമായി. മൂത്ത വഹാബി എന്ന് നിങ്ങൾ പറയല്, അതിന്റെ ഹുക്കും എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ. മാത്രമല്ല, ഇനി നോക്കി, നിങ്ങൾ 2013 ഏപ്രിൽ മാസം പുറത്തിറങ്ങിയ ചന്ദ്രിക ദിനപത്രം, അതിലൊരു ഫോട്ടോ കാണുങ്ങൾ. ഇതാണ് ആ ചന്ദ്രിക. ഏപ്രിൽ 13 ചൊവ്വാഴ്ച 2013 പുറത്തിറങ്ങിയ ചന്ദ്രിക. അതിന്റെ താഴ്ഭാഗത്തൊരു ഫോട്ടോ കാണാം. നോക്കി നിങ്ങൾ, ആരൊക്കെയാ ഫോട്ടോയിലുള്ളത്? ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം. വഖഫ് ബോർഡ് കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ശിലാസ്ഥാപനം നടത്തുന്നു. ആരൊക്കെയിലുള്ളത്? ഒന്ന് TP അബ്ദുള്ള കോയ മദനി, നിങ്ങളെ മുസാഫറ മെമ്പർ അല്ലല്ലോ, ജമാഅത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വിഭാഗത്തിന്റെ നേതാവായിരുന്നു TP അബ്ദുള്ള കോയ മദനി. പിന്നെ രണ്ടാമത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ഖാദിരിയ ത്വരീഖത്തിലെ ഷെയ്ഖല്ലയാള്, ജമാഅത്ത് ഇസ്ലാമിന്റെ അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. പിന്നെ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, മേയർ MK പ്രേമജം, N അലി അബ്ദുള്ള. ആരാ N അലി അബ്ദുള്ള? നിങ്ങളുടെ SOS സംസ്ഥാന നേതാവ്. മാത്രമല്ല കേരള യാത്രയിലെ പ്രമേയ പ്രഭാഷകൻ. നിങ്ങളുടെ സംഘടനയുടെ എല്ലാം എന്നെ ജീവാത്മാവും പരമാത്മാവും എന്നൊക്കെ പറഞ്ഞ തെറ്റാവൂല. N അലി അബ്ദുള്ള. പിന്നെ അഡ്വക്കേറ്റ് TK സൈദാലിക്കുട്ടി, MC മായിനാജി, BM ജബാൽ, C മുഹമ്മദ് ഫൈസി വലിയ മരോന്. അപ്പൊ നിങ്ങളെ ചോദ്യം, കോട്ടുപുര മാബു മുസ്ലിയാരുണ്ടല്ലോ, ഞങ്ങൾ ഏതായാലും മുജാഹിദാരാണ്, ഞങ്ങൾ ജമാഅത്ത്, ഞങ്ങളാണ് പിടി. ഈ പറയപ്പെട്ട N അലി അബ്ദുള്ളയും ഈ പറയപ്പെട്ട C5Cയും ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനോടുകൂടെ അതുപോലെ തന്നെ പ്രേമജത്തോടുകൂടെ, പ്രേമജന്റെ ബാഗിൽ ചാരിയിട്ടാണ് അലി അബ്ദുള്ള നിൽക്കുന്നത്. നമ്മളതിന് വിമർശിക്കണില്ല. ഇതിന്റെ ഇസ്ലാമിക മാനം പറ. ഈ മുജാഹിദ് ജമാഅത്ത് നേതാക്കന്മാരോടുകൂടെ ഒന്നിച്ച് നിങ്ങളുടെ നേതാക്കന്മാർ വേദി പങ്കിട്ടതിന്റെ നിയമം പറ. ഇനി കണ്ടോ നിങ്ങള്, മുജാഹിദിന്റെ ഒരു ഗ്രൂപ്പിന്റെ നേതാവ് ഹുസൈൻ മടവൂരിനോടുകൂടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ ആണ് കാണുന്നത്. ഹുസൈൻ മടവൂരിനോടുകൂടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒന്നിച്ച് വേദി പങ്കിട്ട് ഇതൊന്നും കാണൂല. എന്നിട്ട് സമസ്തക്കെതിരെ ഇങ്ങനെ നുണ പറയ ആരോപണം നടത്തുക. പൊന്നാര ചങ്ങായിമാര്, നമ്മൾ ഒരാളുടെ ന്യൂനതയ്ക്ക് വേണ്ടി കൈകൊണ്ട് ഇങ്ങനെ വിരൽ നീട്ടൂലേ? ഇങ്ങനെ വിരൽ നീട്ടുമ്പോൾ ആ കൈയിന്റെ 3 വിരൽ അവനാന്റെ നെഞ്ചത്തേക്ക് ചൂണ്ടുണ്ടെന്നൊരു മാന്യമായൊരു ബോധം വേണം. തീർന്നോ? ഇനി കണ്ടോ നിങ്ങളെ വലിയ സഖാഫി, മുള്ളൂർക്കാരെ മുഹമ്മദ് അലി സഖാഫി, മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ നടത്തിയ മനുഷ്യ ചങ്ങലയിൽ ഒരു പെണ്ണിന്റെ കൈ പിടിച്ചു നോക്കി, ഉളുപ്പുണ്ട് കൈക്ക്. ഒരു പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് മുള്ളൂർക്കാരെ മുഹമ്മദ് അലി സഖാഫി നിൽക്കുന്ന ഫോട്ടാണ്. കൈയിന്റെ ഉള്ളിൽ മാന്തിയെന്നൊന്നും നമ്മൾ പറയണില്ല. നോക്കി നിങ്ങള്, മനുഷ്യ ചങ്ങലയിൽ അതിന്റെ ഹുക്കുമൂട് പറ. നിങ്ങൾ വേറെ കൊണ്ടോണ മൂല്യരല്ലേ? CPMന്റെ മനുഷ്യ ചങ്ങലിൽ പങ്കെടുത്തപ്പോൾ ഹജ്ജിന് പോകാൻ വേണ്ടി കരുതിയിരുന്നു. ആ സങ്കടം മാറിയെന്ന് പറഞ്ഞ സുജായ മൂപ്പര്.
മനുഷ്യച്ചങ്ങലയിൽ ഒരു പെണ്ണിന്റെ കൈ പിടിച്ച് മുറുക്കി പിടിക്കാൻ വിട്ടിട്ടില്ല. അതിന്റെയൊക്കെ മാനം പറ തീർന്നോ? മരണപ്പെട്ടു പോയ ഉള്ളാൾ തങ്ങൾ നമ്മളാരും വിമർശിക്കണില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങൾ പറയിപ്പിച്ചതാണ്. ഉള്ളാൾ തങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ പുറത്ത് കൈവച്ചിട്ടാണ് നിൽക്കുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പുറത്ത് കൈവച്ചുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ ആദ്യത്തെ പ്രസിഡന്റ് ഉള്ളാൾ തങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ പറയിപ്പിച്ചുകൊണ്ട് പറഞ്ഞതല്ലേ? ഇതിനൊക്കെ മസല പറ, ഇതിനൊക്കെ നിയമം പറ. മലപ്പുറത്ത് സ്വലാത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പെണ്ണുങ്ങളോട് കൂടെ ഒന്നിച്ച് വേദി പങ്കിട്ടതിന് മസല പറ. നോക്കിങ്ങൾ നല്ല നല്ല തരുണീമണികളായ പെണ്ണുങ്ങള് മുനവിൽത്താക്ക് നിങ്ങളെ മുഷാവറൊന്നല്ലല്ലേ ഈ പെണ്ണുങ്ങളോടുകൂടെ നോക്കി നിങ്ങൾ ഖലീൽ തങ്ങളാ കാണുന്നത്. ഖലീൽ തങ്ങൾ ഒന്നിച്ച് വേദി പങ്കിട്ടതിന്റെ മസല പറ. അപ്പൊ ഈ രൂപത്തിൽ നിങ്ങളുടെ ചെറുതും വലുതുമായ മുഴുവൻ നേതാക്കന്മാരും ബിദ്അത്തുകാരുമായി വേദി പങ്കിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഇത് മറക്കണം. ഇത് മറക്കണമെങ്കിൽ ഒക്കെപാടെ നമ്മളെ മേക്കത്ത് ഇങ്ങോട്ട് ഇടുക, എന്നിട്ട് ഇങ്ങോട്ട് നന്നാകുക. തൽക്കാലം ഇത് നടക്കൂല. ഇതിന്റെയൊക്കെ മസല പറ. എത്രത്തോളം മാറിപ്പോയതിനു ശേഷം ബിദ്അത്താശയം കേരളത്തിന്റെ മണ്ണിൽ പ്രസംഗിച്ചത് സമസ്ത കേരള ജമിയത്തിൽ നിന്നും മാറിപ്പോയതിനു ശേഷം ബിദ്അത്തിന്റെ ആശയം പ്രസംഗിച്ചത് സുന്നികളെന്ന് അവകാശപ്പെടുന്ന നിങ്ങളാണ്. 1967 വണ്ടൂരിലെ മഹാനവറുകള് സദഖത്തുൽ മുസ്ലിയാർ സമസ്തയിൽ നിന്ന് മാറിപ്പോയതിനു ശേഷം ബിദ്അത്തിന്റെ ആശയം പ്രചരിപ്പിച്ചിട്ടില്ല. അത് പ്രചരിപ്പിച്ചത് നിങ്ങളാണ്. എത്രത്തോളം നമ്മളുടെ നേതാവ് കരടിന്റെ കഷ്ണമായ സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയാ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കച്ചവടവൽക്കരിക്കാൻ വേണ്ടി കള്ളമുടി കൊണ്ടുവന്നിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായി. നിങ്ങൾ മുടി മുണ്ടിയിട്ടില്ല, ഞാൻ മുണ്ടും. ഞാൻ പറയും ഞമ്മക്കത് വിടാൻ പറ്റൂല. ഞമ്മക്കത് വിടാൻ പറ്റിയ സൗകര്യം പോലെ പറയാം. ആ കൊണ്ടുവന്ന മുടി അത് വലിയ പ്രശ്നങ്ങളായി മത്തമ്പള്ളിന്റെ ഉള്ളിൽ കാല് കുടുങ്ങിയമാതിരി കഴിച്ചിലാകാൻ കഴിഞ്ഞില്ല. ഒരു കാല് വലിക്കുമ്പോൾ മറ്റത് കുടുങ്ങി, മറ്റത് വലിക്കുമ്പോൾ മറ്റത് കുടുങ്ങി, രണ്ടും കൂടി വലിച്ച മൂക്കുത്തി പോകുന്നു. ഈ രൂപത്തിൽ കലുഷിതമായ സാഹചര്യം ഉണ്ടായി. അവസാനങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചിലപ്പോൾ നിഴലുണ്ടാകും. പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു, ഇത് ബിദ്അത്തുകാരുടെ വാദമല്ല, ഇത് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പണ്ടേ പറയുന്ന വാദമാണ്. നബി തങ്ങൾക്ക് നിഴലുണ്ട്, പ്രത്യേക ഒരു കഴിവില്ല. മുക്കത്ത് മുഹമ്മദും സമമാണ്. നബി തങ്ങൾക്ക് നിഴലുണ്ട് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ പല അമാനുഷികതയും നിഷേധിക്കേണ്ടി വരും. പരസ്യമായി പറഞ്ഞില്ലേ, എന്നാ പിന്നെ മനുഷ്യന്മാരിലെ തെറ്റ് സംഭവിക്കും, എന്നാ തിരുത്തുവോ? കിബുറുകൊണ്ട് തിരുത്താൻ കഴിയണില്ല. അണുമണി തൂക്കം കിബുറുണ്ടായ സ്വർഗത്തെ കടക്കൂല. ഐറ്റങ്ങൾക്ക് അണുമണിയല്ല, റബ്ബർ കൊട്ട നിറച്ചു കിബുറ്. റബ്ബർ കൊട്ട നിറച്ച് പള്ളന്റെ ഉള്ളിൽ കിബറായിട്ട് നടക്കുക. കണ്ട മുണ്ടൂലേറ്റങ്ങൾ സലാം അറിയില്ല. എവങ്ങനെ സ്വർഗത്ത് കടക്കണു? സ്വർഗത്ത് കടക്കും ഇങ്ങനെ പറഞ്ഞത് കണ്ട കാര്യം. മനുഷ്യന്റെ ഹൃദയം നന്നാക്കണ്ടേ? കിബറിൽ നിന്ന് മനുഷ്യന്റെ ഹൃദയം നന്നാക്കണ്ടേ? പേരുടെ അബ്ദുറഹ്മാൻ സഖാഫിയോടൊരു ചോദ്യം. നിങ്ങൾ പണ്ട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ റസൂലുള്ളാഹിക്ക് നിഴലുണ്ടാകുമെന്ന്. എന്നാൽ നിഴലില്ല എന്നല്ലേ നമ്മുടെ വിശ്വാസം. ഇത് രണ്ടും കൂടി എങ്ങനെ യോജിക്കുക എന്ന ചോദ്യം. അതിന് മറുപടി കേട്ടോളി നിങ്ങൾ. ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ചൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാകുമെന്ന് ഞാൻ മുസ്നദിലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എങ്ങനെ എതിരില്ലാതെക്കുക? അത് രണ്ടും എതിരന്നല്ലേ? നിഴൽ കണ്ടു എന്ന് പറഞ്ഞതും നിഴല് തീരെ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞതും നിഴൽ ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞതും രണ്ടും ഒന്നല്ല. അത് രണ്ടും തന്നെയാണ്. അതിന് വലിയ ബുദ്ധിന്റെ ഒന്നും ആവശ്യമില്ല. മൂക്ക് കീപ്പിട്ട് നീളുകയും ഒരു നേരം അന്നം തിന്നുകയും ചെയ്താൽ മതി. എന്തുകൊണ്ട് നിഴലുണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. അങ്ങനെ തന്നെയാണ്. നബി തങ്ങൾക്ക് നിഴലില്ല എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഒരിക്കലും ഒരു സമയത്തും നിഴലില്ല. അങ്ങനെ തന്നെയാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. എപ്പോഴെങ്കിലും നിഴലുണ്ടാകുന്നാണോ? എന്നാ കിതാബിന്റെ ഉദ്ധരണി വായിക്ക്. എന്തിനാരങ്ങള് ആരെങ്കിലും മസിലുള്ള ഏതെങ്കിലും CITന്റെ പ്രവർത്തകന്മാർ മർക്കസിൽ കയറിയിട്ട് മുടി കൊണ്ടുവന്ന് അതിന് നിഴല് പരിശോധിച്ചാൽ നിഴലെങ്ങാനും കണ്ടാൽ കഴിച്ചിലാകണമല്ലോ. അതിനെടുത്ത വേളാണത്. ചിലപ്പൊക്കെ നിഴലുണ്ടാകും,
ചിലപ്പോൾ CIT-കാര് പോയിട്ട് വാങ്ങിക്കൊടുത്ത് നേരെ നോക്കുമ്പോൾ നേരെ ഉണ്ടാകും നേരർത്ഥം. ആലോചനത്തിൽ അങ്ങനെ നുണ പറയണു. നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നേരം ഉണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. എപ്പോഴും എവിടെയും എങ്ങനെയും നേരുണ്ടാകാറുണ്ട് എന്നല്ല, ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തിരിഞ്ഞോ? എനിക്ക് തിരിഞ്ഞിട്ടില്ല. എല്ലാ വിഷയത്തിലും ഇങ്ങനെ കള്ളൂടേനോട് വജ്ജുവെച്ച കാര്യം ഒരു തലയും പാലും ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എല്ലാ വിഷയത്തിലും. അതുകൊണ്ടല്ലേ നിങ്ങൾ പോറ്റി വളർത്തിയ നിങ്ങളുടെ നൗഷാദ് ഹസനി പരസ്യമായി വെല്ലുവിളിച്ചു റസൂലുള്ളാഹിക്ക് നിഴലുണ്ടെന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ ഉദ്ധരണി വായിക്കുകയാണ്. ഇതുവരെ മുണ്ടിയിട്ടില്ല. നൗഷാദ് ഹസന്റെ വെല്ലുവിളി എന്ന് കണ്ടോളൂ നിങ്ങൾ. ഇവിടെ ആരാണ് വിദ്യാർത്ഥുകാരെന്നും ആരാണ് വിദ്യാർത്ഥുകാർക്ക് ചൂട്ടുപിടിക്കുന്നതെന്നും സമുദായം മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി എന്റെ ഒരൊറ്റ ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ആ വിഷയം ഞാൻ അവിടെ നിർത്തും. അതെന്താണ്? മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നിഴലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ, ഒറ്റ പണ്ഡിതൻ ഇന്നുള്ള ആളെ പോരട്ടോ, ഇന്നുള്ള ആളെ പോരാ. സുന്നത്തിയമായതിന്റെ പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു പണ്ഡിതൻ നബിക്ക് നിഴലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒറ്റ പണ്ഡിതൻ ഇന്നുള്ള ആളെ പോരട്ടോ, ഇന്നുള്ള ആളെ പോരാ, വഹാബി നേതാക്കളെയും പോരാ, മുൻകാലത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ പണ്ഡിതൻ. അപ്പൊ ആര് പറഞ്ഞാലും ഭീമാവസ്ഥമാണത്. സഹോദരങ്ങളെ, സൈനബീവി മുത്തുനബി എങ്ങനെ നോക്കുമ്പോ ദൂരെന്ന് ഒരു ആൾ രൂപം നടന്നു വരുന്നു. അടുത്തെത്തിയപ്പോ മനസ്സിലായി മുത്തുനബിയാണ്. അവിടെ നെല്ലിന്റെ മഴ, നെല്ലിന് എത്ര മകനുണ്ട് എന്ന് പഠിക്കണം, എത്ര അർത്ഥമുണ്ട് എന്ന് പഠിക്കണം. ഇതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒറ്റ പോയല്ലേ ഉള്ളൂ. അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ലോകത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇമാമിങ്ങളിൽ ഏതെങ്കിലും ഒരു ഇമാം ഒരു സമയത്ത് നേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വിവാദം ഇവിടെ അവസാനിപ്പിക്കും. കണ്ടങ്ങള് അത് തെളിയിച്ചു കൊടുത്താൽ മതി, വിവാദം ഇവിടെ അവസാനിപ്പിക്കും. പിന്നെ നൗഷാദ് ഹസനി ആ വിഷയത്തെ പ്രസംഗിക്കൂല എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ സ്ഥാപനത്തിന്റെ മൂക്കിന്റെ ചോട്ട്പുറോട്ട് സമ്മതിക്കണം. ണ്ടല്ലോ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ എന്നും എതിരെ അതിലെ അത് തെറ്റുണ്ടെന്നല്ല. ഇതെന്ത് ചെയ്യണം? സാറുമാരെ വീഴ്ചയാണ്ട് മസ്ജിദ് ആധാരങ്ങനെ മാറി എന്നാ ചോദിക്കുന്നത്. ആരും പറഞ്ഞു അങ്ങനെ പേരിട്ടു ഇവരറിഞ്ഞിട്ടാണ് ചെയ്യണത്. അങ്ങനെ മസ്ജിദ് ആധാരം മാറ്റിയില്ല, അറിഞ്ഞിട്ടല്ല. ഇവർ ചോദിക്കാൻ കഴിഞ്ഞപ്പോൾ ആരെത്ര പേര് മാറ്റിക്കണു എന്നിട്ട് ആ ഒരു പേരിൽ ആദ്യം പറഞ്ഞു ഇടകൾ ഒറ്റ പരിഹാസം പറയാം. ആദ്യം ചോദിച്ചാൽ ആരും അങ്ങനെ പേരിട്ടു, പിന്നെ ചോദിച്ചാൽ ആദ്യം അങ്ങനെ പേര് പറഞ്ഞിരുന്നു. ഇതിന്റെ പേരെന്താ നിങ്ങൾ കുറ്റക്കെടുന്നതിന്റെ പേര് ചെന്നിയിലൊക്കെ പറയും ഒരാൾക്ക്. അത് കണ്ട് കന്യാസുസ്ഥാനത്ത് അതിന്റെ ഫലം മനസ്സിലാക്കിയാൽ മതി. എല്ലാം അങ്ങനെ തന്നെയാണ്. അത് പുതിയ മസല. ഇതിനുള്ള കിതാബിലൊന്നുമില്ല. ഞാൻ പറഞ്ഞാലുള്ള കിതാബിലൊക്കെ ഉള്ള മസല. ആസ്പത്രിയിൽ പോയില്ലേ ഭാര്യമാരെ കൊണ്ടൊന്നും? ബേബി മറിയം, ബേബി ആയിഷ, കുറെ ദിവസം കുട്ടിയുടെ പേരെങ്ങനെ ബേബി ആയിഷ, ബേബി മറിയം, ബേബി സുലൈഖ, പിന്നെ 6 ദിവസം കൈ മഴ കുട്ടിക്ക് പേരില്ല. അപ്പൊ ഇവരൊക്കെ പറയൂ പേര് മാറ്റി. അത് ആദ്യം പ്രസവിച്ച ഉടനെ പേര് ബേബി മറിയം, പിന്നെ ബേബി സുലൈഖ, പിന്നെ സാധാരണ പേര് പറയും. കുറച്ചു കഴിഞ്ഞാൽ പേരിടും. സർക്കാർ ദിവസം പേരിട്ടു, അതിന് പേരിട്ടിട്ടില്ല. അതറിയാൻ വേണ്ടി ഇങ്ങനെ പേര് പറഞ്ഞു എന്നല്ല ഷാറു പറഞ്ഞു. എനിക്ക് തന്നിട്ടില്ല. ഈ
രൂപത്തിൽ ആളുകൾ എങ്ങനെ വട്ടം കറക്കുക? ചോദിച്ചതിനല്ല മറുപടി. ഈ രൂപത്തിൽ വട്ടം കറങ്ങി ചെയ്തു പോയ വീണുപോയ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉരുണ്ടുമറിയുകയും ബിദ്അത്തുകാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആശയങ്ങൾ ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ആരോപിച്ച മറ്റൊരാരോപണം സമസ്തയുടെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ കഴിഞ്ഞ പ്രസംഗത്തിൽ പ്രസംഗിച്ച സഖാഫി, എത്രയാളുടെ പേര്? കാക്കനാട് സഖാഫി ആയാലും വേണ്ടില്ല, താത്തനാട് സഖാഫി ആയാലും വേണ്ടില്ല, ഉള്ളതേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ പ്രസംഗത്തിൽ പരാമർശിച്ച സമസ്തയുടെ 4ാം ക്ലാസ്സിലെ അഖ്ലാഖാണിത്. ഈ അഖ്ലാഖ് ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് മോശമായ പരാമർശം എന്താ നടത്തിയത്? നിങ്ങള് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ നിന്ന് ഇവർ മാറിപ്പോയതിനു ശേഷം നമുക്ക് വലിയ വ്യതിയാനം സംഭവിച്ചു. മദ്രസയിലെ പാഠപുസ്തകത്തിൽ നിന്ന് സലാമിന്റെ പാഠത്തിൽ നിന്ന് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എന്ന് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിന്റെ ആളുകളാണ്, നിങ്ങളത് മാറ്റിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് വടിമനീച്ച പാമ്പിന്റെ മാരി ഉപരിവിടെ പ്രസംഗിച്ചത്. അതിന് മനുഷ്യൻ അന്തം തന്നെ സാധനം വേണം. ഈ വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണ് താമര എന്ന് പറയും. ആ താമരന്റെ മുകളിൽ പൂവുണ്ടായ നല്ല വാസന ഉണ്ടാവും. ഈ പൂവിന്റെ സുഗന്ധം ആസ്വദിക്കാനും അതിനെ തേൻ കുടിക്കാനും ദൂരത്ത് നിന്നൊക്കെ വണ്ടുകൾ പാറി വരും. നേരെ മറിച്ച് ഈ താമരനെ നേരെ ചോട്ട് ജീവിക്കണ ജീവിയാണ് തവളാച്ചി എന്ന് അറിയാം ഞങ്ങളുടെ നാട്ടിൽ. ആ സാധു ഇതിന്റെ വാസന അറിയില്ല. ഈ താമരയുടെ താഴെ നിൽക്കുന്ന തവളക്ക് തന്റെ മണ്ടയുടെ മുകളിൽ നിൽക്കുന്ന ഈ താമരയുടെ മുകളിൽ വിരിഞ്ഞ പൂവിന് വലിയ സുഗന്ധമുണ്ടെന്നും അത് ആസ്വദിക്കാൻ ദൂരത്ത് നാളെ വരുന്നുണ്ടെന്നും ഈ തവളക്കാരുടെ കാരണം ഇതിന് തരിമൂക്ക് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞ ഹൈഷൂമില്ലാത്ത തവളന്റെ മാതിരി ആകരുത്, കുറച്ചൊക്കെ മുഖ് വേണം. ജമാഅത്തെ ഇസ്ലാമി മുജാഹിദിനോട് സലാം പറയുന്നത് നിങ്ങൾ എടുത്തു മാറ്റിയില്ലേ? ഇത് കേട്ടാ തോന്നും നമ്മളെ പാഠപുസ്തകത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരോട് മുജാഹിദിനോട് സലാം പറയണമെന്നുണ്ട് എന്ന് തോന്നിപ്പോകും. ആ കോലത്തിലാ സംസാരം. അപ്പൊ ചാസുള്ളവർ വിചാരിച്ചു, ഒന്നിച്ചു നിൽക്കണ നേരത്തെ അങ്ങനെ കണ്ടേനി, ഓരോട് സലാം പറയരുതെന്നുണ്ടേനി, പിരിഞ്ഞു വന്നതിന് ശേഷം ഓരോടൊക്കെ സലാം പറയണം എന്നുള്ളതില് വല്ലാത്തൊരു കോളായിപ്പോയി. എന്നിട്ട് പെണ്ണുങ്ങൾ മൂക്കത്ത് വിരലക്കിടാര് മൂക്കത്ത് വിരലച്ചാണ് അണ്ണാക്ക് ചേർന്നാൽ കാണുമാര് വിളിച്ചും ചെയ്യാം. എന്തായി ബുക്കിലുള്ളത്? ഞാൻ നിങ്ങൾ പരാമർശിച്ച പുസ്തകം ഞാൻ വായിക്കാം. 4ാം ക്ലാസ്സിലെ അഖ്ലാഖാണിത്. ദർസ് 2 ആദാബുസ്സലാം. മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് സലാം പറയലാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ നിലവിലുള്ള അഭിവാദനമാണ് സലാം പറയൽ. പരസ്പര സ്നേഹമുണ്ടാകുന്നതാണ് സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാകുന്നു. ഇനി കേട്ടോളി, മുബ്തദി, ഫാസിഖ് ഇവർക്ക് സലാം പറയരുത്. ഇങ്ങനെയുള്ളത് മുബ്തദി, ഫാസിഖ് ഇവർക്ക് സലാം പറയരുത്. ഇത് ഉസ്താദ് ഇങ്ങോട്ട് വായിക്കും, എന്നിട്ട് ഉസ്താദ് വിശദീകരിക്കും കുട്ടികളോട്. മക്കളെ, മുബ്തദി എന്ന് പറഞ്ഞാൽ ആരറിയോ? മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, തൽബീക്ക്, ഖാദിയാനി, ചേകനൂര് ഈ കോലത്തിലാണെങ്കിൽ ഷായരിയാക്കളും. ഏതിക്കാര് അവരെ പുതിയ പേരാണ് ഷായരിയാക്കൾ, മുടിയന്മാര് എന്നതിന്റെ അർത്ഥം എന്ന് ഉസ്താദ് വിശദീകരിക്കും. ഫാസിഖ് എന്ന് പറഞ്ഞാൽ ആരാരോ? ദുർനടപ്പുകാരൻ, തെമ്മാടി. അത് ഉസ്താദിന് വിശദീകരിക്കും. വെറും മുജാഹിദ് ജമാഅത്ത് എന്ന് എഴുതിയാൽ ഇവരോട് മാത്രമേ സലാം പറയാൻ പാടില്ലാത്തതുള്ളൂ. ഖാദിയാനികളോട് ഇനി വരാൻ പോകുന്ന ബിദ്അത്തുകാരോടൊക്കെ സലാം പറയാമെന്ന് വരും. അതുകൊണ്ട് മുബ്തദി, ഫാസിഖ് എന്നിവരോട് സലാം പറയരുതെന്ന് പാഠപുസ്തകത്തിൽ പച്ചയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ക്ലാസ് എടുക്കാൻ വരുന്ന ഉസ്താദ് വിവരമില്ലാത്ത കുട്ടികൾക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കും. അതിനാണ് മദ്രസയ്ക്ക് വരിക എന്ന് പറഞ്ഞ സക്കാഫിയാക്ക് ഇതിന് കയ്യിലാന്ന് എഴുതിയിട്ട് ബാക്കിയുള്ള ഉസ്താദ്മാരത് വിശദീകരിച്ചു കൊടുക്കൂലെ. എന്നിട്ടിത് വായിച്ചിട്ട് വളരെ മോശമായ രൂപത്തിലാണ് പരാമർശം നടത്തിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, മുബ്തദി, ഫാസിഖിനോട് സലാം പറയരുത് എന്ന പുസ്തകത്തിലുണ്ടായിരിക്കെ ഈ മുബ്തദിന്റെ കൂട്ടത്തിൽ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടുമെന്ന് ഇവർക്കറിയില്ലേ? അറിയാത്തത് കൊണ്ടല്ലല്ലോ. സമയം തികക്കാൻ വേണ്ടി എന്തെങ്കിലും പറയേണ്ടതെന്ന് കരുതിയിട്ട് ദുരാരോപണങ്ങൾ അയച്ചുവിടാൻ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെ സത്യമിന്നതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ഇങ്ങനെ കളവുകൾ പ്രചരിപ്പിക്കരുത്. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ കാര്യത്തിന്റെ വസ്തുത മനസ്സിലാക്കണം. ഇങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും, എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ പറയേണ്ടി വരും. എല്ലാ വിഷയങ്ങളും ഇങ്ങനെ താരീഫ് പറഞ്ഞ് സർവ്വ സർവണം നടത്തി പറയാൻ പറ്റുമോ? അതിന് മൊത്തത്തിൽ മത്തനായിട്ടുള്ള വിഷയം പറയും. ഒരു ഉസ്താദുമാർ അത് വിശദീകരിച്ചു കൊടുക്കും. അത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി സ്വർഗ നരകത്തെ പറ്റി വിഷയം ഉണ്ടാകുമ്പോ അവിടെ അൽ ജന്ന എന്ന് പറയും, അന്നാർ എന്ന് പറയും. ജന്ന എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്താദ് വിശദീകരിച്ചു കൊടുക്കും.
ഹൈലിന്റെ പാഠം വരുമ്പോ സ്ത്രീകൾക്ക് ഇത്ര വയസ്സിന് ഹൈലുണ്ടാകും, അവിടെ ഹൈലിനെ പറയുള്ളൂ. അപ്പൊ പിന്നെ ഹൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിച്ചു കൊടുക്കും, വല്ലാതെ പറയിപ്പിക്കരുത്. എല്ലാം അങ്ങനെ തന്നെയാണ്. എന്താണ് ഇത് ഇന്നതാണ് വസ്തുത എന്നറിഞ്ഞിരിക്കെ അതിന്റെ പേരിൽ വേണ്ടാത്ത ചർച്ചകൾ ഉണ്ടാക്കി തീർക്കാം. അതുപോലെ അദ്ദേഹം ഇവിടെ പരാമർശിച്ച മറ്റൊരു പരാമർശം എന്താ? കഴിഞ്ഞ മർക്കസ് സഖാഫത്തി സുന്നിയയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ മർക്കസിന്റെ ബിൽഡിംഗിൽ ഒരു കടൽ കാരണത്തിന് പോയിരുന്നു. അത് ഈ SKSSFകാർ വലിയ വിവാദമാക്കി, അങ്ങനെ ആക്കി, അതാക്കി ഇതാക്കി, കുറെ നേരം അതിൽ സമയം ചെലവഴിച്ചു. എന്താ വസ്തുത? മർക്കസ് സഖാഫത്തി സുന്നിയയുടെ എന്റെ ഈ സംസാരം ലോകം മുഴുവനും കേൾക്കുന്നുണ്ട്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഇതിന്റെ ഓഡിയോയും വീഡിയോയും ലൈവായി പോകുന്നുണ്ട്. എന്റെ സംസാരം പല SSFകാരും കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഉത്തരവാദ ബോധത്തോടുകൂടെയാണ് പറയുന്നത്. മഹാനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ മർക്കസിന്റെ ബിൽഡിംഗില് ഒരു പരിപാടിയും ഉദ്ഘാടനം ചെയ്താൽ വന്നിട്ടില്ല. പച്ചക്കളവാണ് പറഞ്ഞത്. മർക്കസിന്റെ എക്സ്പോ നടക്കുകയാണ്. ആ നടക്കുന്ന പരിപാടി നേരെ റോഡിന്റെ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് ഒരു സ്വകാര്യ വ്യക്തിയുടെ ബിൽഡിംഗിൽ ഒരു ഊത് കടയുടെ ഉദ്ഘാടനത്തിന് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ ആ കടയുടെ ഉടമ ക്ഷണിക്കുകയാണ്. കടയുടെ ഉടമ ക്ഷണിച്ചു. മാനമര്യാദയ്ക്ക് മഹാനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ കട ഉടമ ക്ഷണിച്ചതനുസരിച്ച് ഉദ്ഘാടനത്തിന് വേണ്ടി പോവുകയാണ്, ഊത് കടയുടെ ഉദ്ഘാടനത്തിന്. അങ്ങനെ അവിടെ ചെന്നു നോക്കുമ്പോ ക്ഷണിക്കപ്പെട്ടവരിൽ മർക്കസുമായി ബന്ധപ്പെട്ട ഒരാളെയും ക്ഷണിച്ചിട്ടില്ല. അങ്ങനെ തങ്ങൾ വരുമ്പോൾ അവിടെ ആരുമില്ല. തങ്ങൾ കട ഉദ്ഘാടനം ചെയ്ത് റൂമിലേക്ക് അങ്ങ് കയറിയപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരിയും അതുപോലെ ഏതാനും കുളിയണ്ടർമാരും വീഡിയോയുമായിട്ട് തങ്ങളുടെ അരികിൽ വന്നു. തങ്ങളെ കൂടെ ഇരുന്നു, ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, വാട്സപ്പിലും ഫേസ്ബുക്കിലും അതൊക്കെ അപ്ലോഡ് ചെയ്തു. ഉളുപ്പ് എന്ന സാധനം കുറച്ചെങ്കിലും മനുഷ്യന് വേണം. ഉളുപ്പ് എന്ന സാധനം ഈ പറയപ്പെട്ട കാന്തപുരത്തിന്റെ മകൻ ആ പരിപാടിക്ക് ക്ഷണിച്ചിട്ടില്ല. അങ്ങനെ തങ്ങൾ അവിടുന്ന് പോയി വലിയ വിവാദമായി. ഇവർ ഈ ഫോട്ടോയും മറ്റൊക്കെ പരസ്യമായിട്ട് ഇവർ പ്രചരിപ്പിച്ചു. ഇതാ കാന്തപുരം ഉസ്താദിന്റെ കൂടെ മുനവ്വറിൽ തങ്ങൾ ഇരിക്കുന്നു, മുനവ്വറിൽ തങ്ങൾ മർക്കസ് സന്ദർശിച്ചിരിക്കുന്നു. കൊല്ല കുതുകുരുണ്ടായി. നമ്മൾ വെറുതെ വിടുവോ? ഈ എന്റെ മുമ്പിലിരിക്കുന്ന ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ, അദ്ദേഹം ഏതാനും ആളുകളും ഇതിന്റെ വസ്തുത അറിയാൻ ഈ കട ഉടമയുടെ സമീപത്ത് ചെന്നു. അദ്ദേഹമായിട്ട് അഭിമുഖം നടത്തിയ കടയുടെ ബന്ധപ്പെട്ട ആളുമായിട്ട് അഭിമുഖം നടത്തി. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയാണ്, എന്ത് ചെയ്യാനാ മനുഷ്യന്മാരെ, ഞാൻ ഈ AP മോനെ ക്ഷണിച്ചിട്ടില്ല, അവിടുന്ന് ഒറ്റ കുട്ടികളെ ഞാൻ ക്ഷണിച്ചിട്ടില്ല. അവരോട് ചോദിച്ചിരുന്നു, പാണക്കാട് തങ്ങളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമില്ല, നമുക്കൊരു പ്രശ്നം നിങ്ങൾ കൊണ്ടുവന്നോളിയാറ്. തങ്ങൾ വന്നപ്പോ ഇവര് ഫോട്ടോഗ്രാഫർമാരെയും കൊണ്ട് എവിടുന്നാ ചാടിയതെന്ന് നിച്ചറിയില്ല എന്ന് ഇയാൾ പറയാ. അതിന് ഞാൻ ഇപ്പൊ എന്താ ചെയ്യണു? അദ്ദേഹത്തിന്റെ അഭിമുഖം കാണികൾ ഇവിടെ യാതൊരു ബന്ധവുമില്ല. ഇവരെ മർക്കസിന്റെ യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ സെപ്പറേറ്റ് പൈസ എടുത്ത് ബിൽഡിംഗ് വാടകയൊക്കെ എടുത്ത് ഞങ്ങൾ സെപ്പറേറ്റ് നടത്തണേ. അതിന്റെ ഉദ്ഘാടനം തങ്ങളെ കൊണ്ട് ചെയ്യിച്ച്. അപ്പൊ അവര് പറഞ്ഞ് തങ്ങൾ വന്നോട്ടെ, അവരോട് സമ്മതം ചോദിച്ചിരിക്കണേ, തങ്ങൾ വന്നോട്ടെ, ഞങ്ങളാരുടെ ഭാഗത്തേക്ക് വരൂല, തങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് പ്രശ്നം വേണ്ട, അതുകൊണ്ട് ഞങ്ങള് ആ ഭാഗത്തേക്ക് വരണില്ല. പിന്നെ തങ്ങളാട് വന്ന് കയറിയതിന്റെ ശേഷം ഇവര് എവിടുന്നാ വന്ന് ക്യാമറ എത്തിയ ആളും കൂടെ വന്നത് ഞങ്ങളെ അറിയില്ല, തങ്ങൾ ബാബയെ അറിയാം, ആരും അറിയില്ല. വന്നപ്പോ ഇവിടെ ആരുമില്ല. പിന്നെ അവിടുന്ന് ഏത് ഭാഗത്തുനിന്നാ വന്നത് എന്നുള്ള ഞങ്ങൾ ആരും കണ്ടില്ല. പിന്നെ നമുക്ക് വന്നിട്ട് അവിടെ തടുക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ ഞങ്ങൾ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിരിക്കണേ. അതിന്റെ മുമ്പ് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മർക്കസിന്റെ ഭാഗത്ത് അത് അതിന്റെ മകനോട് പറഞ്ഞത്, പിന്നെ വേറെ ആളോട് പറഞ്ഞിരിക്കണേ. അപ്പൊ ചങ്ങബാബ് വരണില്ല, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ഞങ്ങളെ ഭാഗത്ത് ഉണ്ടാവില്ല, നമ്മളെ സെപ്പറേറ്റ് അല്ലേ. പിന്നെ ചങ്ങബാബ് ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് തന്നെ പോയിട്ടില്ല, മർക്കസിലേക്ക് തന്നെ പോയിട്ടില്ല. ഒരു സെക്കൻഡ് നേരം അവിടെ ഉണ്ടായിട്ടുള്ളൂ, 2 മിനിറ്റ്. അത് ഉദ്ഘാടനം കഴിഞ്ഞ് മൂപ്പര് കാറിൽ കയറി ഊപ്പര് കൂട്ടിക്ക് മുൻ ചെയ്ത് അങ്ങനെ. പിന്നെ ഇവരായി കൽപ്പിച്ചുട്ടി വന്നതാണ്. എന്തിനു വന്നതെന്നുള്ളത് നമുക്കറിയില്ല. ഞങ്ങൾക്കറിയും കുത്തിത്തിരിപ്പിന് വന്നത്. ഇങ്ങള് വരെ ഇപ്പൊ കാണണല്ലോ. കടന്റെ ഉടമ പറയാം, ഞങ്ങൾ ഓലെ ക്ഷണിച്ചിട്ടില്ല, പിന്നെ എന്തിനാ ഓല് വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കറിയും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ, വിത്തനുണ്ടാക്കാൻ. ഏതായാലും ആ സ്ഥാപനത്തേക്ക് ഏതായാലും വരെ പോകൂല. സ്ഥാപനത്തേക്ക് പോലെ വിളിത്ര വിളിച്ചാൽ അങ്ങോട്ട് പോകില്ല എന്നറിയാം. എന്നാൽ സ്ഥാപനത്തിന്റെ അടുത്തേക്ക് വരുമ്പോ ഒന്നിച്ചിരുന്ന് ഫോട്ടോ എടുക്കാൻ എന്തിനച്ചേക്ക് ഇറങ്ങാറാണ്. ഇങ്ങോട്ട് പോകുന്നതോട് നിങ്ങൾക്ക് എപ്പോഴും ഫോട്ടോ എടുക്കാൻ ഒരു ഇറങ്ങാറുമില്ല. എന്നിട്ട് പാണക്കാട് തങ്ങന്മാരുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ തിരക്കൂട്ട. എന്നിട്ട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ എവിടെയും കാണുമ്പോൾ, അറിയാതെ നിക്കാഹിലി റഷീദ് അലി ശിഹാബ് തങ്ങളെ കാണുമ്പോൾ, എവിടെന്നെങ്കിലും വൈസ് ചാൻസലർ ഹൈദർ അലി ശിഹാബ് തങ്ങളെ കാണുമ്പോൾ
ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ വിടുക, എന്നിട്ട് ഫുലാൻ ബിൻ ഫുലാൻ ഇന്ന തങ്ങളോട് കൂടെ. ഇതെത്ര ഇറങ്ങാറാണ് ഇങ്ങോട്ട് പോകുന്ന നിങ്ങൾക്ക് എപ്പോഴും ഫോട്ടോ എടുത്തൂടെ?